നമസ്തേ, ജന ഡിബേറ്റിലേക്ക് സ്വാഗതം. ഭരണഘടനാ ചർച്ചയിൽ വടികൊടുത്ത് അടിവാങ്ങിയ കോൺഗ്രസ് ഇപ്പോൾ അക്രമത്തിന്റെ പാത തെരഞ്ഞെടുത്തിരിക്കുകയാണ്. സാർത്ഥകമായ ചർച്ചകൾ നടക്കേണ്ട പാർലമെന്റ് ഇന്ന് സാക്ഷ്യം വഹിച്ചത് അക്രമത്തിനാണ്. കോൺഗ്രസ് നേതാവ് രാഹുൽ BJP MP-യെ തള്ളിയതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിനിടെ BJP MP-മാർക്ക് പരുക്കേൽക്കുന്ന നില വരെയെത്തി. രാഹുലിന്റെ പരാക്രമം വനിതാ MP-ക്ക് വരെയും നീണ്ടു. 4 ദിവസത്തെ ഭരണഘടനാ ചർച്ചയ്ക്കൊടുവിൽ കോൺഗ്രസിനേറ്റ കനത്ത തിരിച്ചടി മറച്ചുവെക്കാനുള്ള ആയുധമായിരുന്നു അംബേദ്കർ പരാമർശം മുൻനിർത്തിയുള്ള അമിത്ഷാക്കെതിരായ പോർവിളി. അംബേദ്കറെ അപമാനിച്ചതാര്? ജന ഡിബേറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. അതിഥികളായി പങ്കെടുക്കുന്നത് BJP പ്രതിനിധി അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, സംവാദകൻ ശ്രീജിത്ത് പണിക്കർ, കോൺഗ്രസ് പ്രതിനിധി ഡോക്ടർ സോയ ജോസഫ്, മാധ്യമപ്രവർത്തകൻ KV രാജശേഖരൻ. ആദ്യം BJP പ്രതിനിധി ശങ്കുട്ടി ദാസിലേക്കാണ്. ശങ്കുട്ടി ദാസ്, പാർലമെന്റിൽ തോറ്റതിന് BJP-യോടോ എന്ന ചോദ്യമാണ് ആദ്യം തന്നെ ഉയർത്തുന്നത്. കഴിഞ്ഞ 4 ദിവസം നമ്മൾ കണ്ടു, ലോക്സഭയിലും രാജ്യസഭയിലും ഭരണഘടനയെ സംബന്ധിച്ചുള്ള ചർച്ച നടന്നു. ഇതിൽ അടിപതറിയ കോൺഗ്രസ് അവർക്ക് വീണ് കിട്ടിയ ഒരു ആയുധം ആയിരുന്നു ഇന്നലെ അമിത്ഷായുടെ പ്രസംഗം. അതിലെ 20 സെക്കൻഡ് മാത്രം അടർത്തിയെടുത്തുകൊണ്ട് അംബേദ്കറെ അപമാനിച്ചു എന്ന രീതിയിൽ വ്യാപകമായ പ്രചാരണം നടന്നു. വളരെ കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്ന് പൊതുജന മധ്യത്തിൽ വരുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇത്ര വലിയ പ്രകോപനം കോൺഗ്രസിന് തീർക്കാൻ പറ്റുന്ന വിധത്തിൽ, അങ്ങനെ ആകുന്ന വിധത്തിൽ അവരെ പ്രകോപിപ്പിച്ച കാരണം എന്താണ്? പൊതു തെരഞ്ഞെടുപ്പിനും അതിനുശേഷം നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും നിരന്തരമായി ഏൽക്കുന്ന പരാജയത്തിൽ നിന്ന് പ്രകോപിതരായിട്ടുള്ള കോൺഗ്രസ് ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ സെഷനിൽ പാർലമെന്റിലേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ കോൺഗ്രസിന്റെ ഈ പാർലമെന്റ് സെഷനിലെ ആദ്യ ദിവസം മുതലുള്ള പ്രവർത്തനം കാണുകയാണ്. ആദ്യത്തെ 6 ദിവസവും സഭ സമ്മേളിക്കുന്നത് അമേരിക്കയിലെ ഒരു കോടതിയിൽ അദാനിക്കെതിരായിട്ട് എന്തോ പരാമർശം ഉണ്ടായി എന്ന പേര് പറഞ്ഞുകൊണ്ട് പാർലമെന്റിന്റെ ആദ്യ 6 ദിവസവും അലങ്കോലപ്പെടുത്തുകയാണ് ചെയ്തത്. ഒരു ചർച്ച പോലും നടത്താൻ പാർലമെന്റിൽ സമ്മതിച്ചില്ല. സമ്പൂർണ്ണമായിട്ടുള്ള ബഹളമായിരുന്നു. എന്തിനാണ് അമേരിക്കയിലെ കോടതിയിൽ അദാനിക്കെതിരെ നടന്നുള്ള പരാമർശത്തിൽ ഇന്ത്യയുടെ പാർലമെന്റിനെ തടസ്സപ്പെടുത്തുന്നതെന്ന് മനസ്സിലായില്ല. ഈ അദാനിയെ ശിക്ഷിച്ചാൽ പോലും അത് അവിടെ നടന്നിട്ടുള്ള ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. അവസാനം ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടിയിലുള്ള മറ്റ് ഘടകകക്ഷികൾ പോലും കോൺഗ്രസിന്റെ ഏകപക്ഷീയമായിട്ടുള്ള പ്രതിഷേധ രാഷ്ട്രീയത്തോട് യോജിക്കാതെ വരികയും ഒരു സഭ സമ്മേളിക്കണമെന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തപ്പോഴാണ് ഭരണഘടനയെ മുൻനിർത്തിയിട്ടുള്ള ചർച്ചയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത്. ഭരണഘടനയെ മുൻനിർത്തിയിട്ടുള്ള ചർച്ചയിലേക്ക് പോയപ്പോൾ അത് കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് ചെയ്തത്. കാരണം ഇന്ത്യയുടെ ഭരണഘടന തടവിലാക്കപ്പെട്ടിട്ടുള്ള 21 മാസങ്ങൾ എന്ന് പറയുന്ന അടിയന്തരാവസ്ഥയെ പറ്റി വളരെ വിശദമായിട്ടുള്ള ചർച്ചകൾ അതിലേക്ക് വന്നു. അടിയന്തരാവസ്ഥ ഒരു ചർച്ചയായിട്ട് വരുമ്പോൾ കോൺഗ്രസിലെ ഘടകകക്ഷികൾക്ക് പോലും കോൺഗ്രസിനോട് യോജിക്കാൻ സാധിക്കില്ല. അവരുടെ എല്ലാ പ്രധാനപ്പെട്ട ഘടകകക്ഷികളുടെ നേതാക്കന്മാരും അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ ലാലു പ്രസാദ് യാദവ്, അദ്ദേഹത്തിന്റെ മകൾക്ക് മിസ ഭാരതി എന്ന് പേരിട്ടിട്ടുള്ള ആളാണ്. മിസ തടവുകാരനായിട്ട് ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ്. SP-യിലെ മുലായം സിംഗ് യാദവ് ജയിലിലായിരുന്നു. നിതീഷ് കുമാർ ജയിലിലായിരുന്നു. മുഴുവൻ പ്രതിപക്ഷ നേതാക്കന്മാരും ജയിലിലായിരുന്നു. അതുകൊണ്ട് അടിയന്തരാവസ്ഥയുടെ കാര്യത്തിൽ കോൺഗ്രസ് ആണ് ഇന്ത്യയുടെ ജനാധിപത്യത്തെ തകിടം മറിച്ചത്, ഇന്ത്യയുടെ ഭരണഘടനയെ തടവിലിട്ടതെന്നുള്ള കാര്യത്തിൽ ഇവരൊക്കെ എല്ലാവർക്കും ഒരു ഐക്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് ചെയ്തത്. ഏറ്റവും അവസാനത്തെ അടവായിട്ട് ഇവർ പുറത്തെടുത്തിട്ടുള്ളതാണ് അമിത്ഷായുടെ പ്രസംഗത്തെ വളച്ചൊടിച്ചുകൊണ്ട് അമിത്ഷാ അംബേദ്കറെ അപമാനിച്ചു എന്നുള്ള ദുഷ്പ്രചരണം, ഒരു വ്യാജ പ്രചരണം നടത്തുക എന്ന് പറയുന്നത്. അമിത്ഷാ സഭയിൽ 1.5 മണിക്കൂർ നീണ്ട പ്രസംഗമാണ് നടത്തിയത്. ആ പ്രസംഗത്തിൽ അദ്ദേഹം എങ്ങനെയാണ് അംബേദ്കറിന്റെ ലെഗസിയെ കോൺഗ്രസ് നിന്ദിച്ചത്, അംബേദ്കറോട് എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി അനീതി കാണിച്ചത്, അംബേദ്കർ അർഹിക്കുന്ന സ്ഥാനവും ഗൗരവവും സമ്മതിയും എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഭരണത്തിൽ ഉണ്ടായിരുന്ന എസ്റ്റാബ്ലിഷ്മെന്റുകൾ കൊടുക്കാതിരുന്നത് എന്ന് വിശദീകരിക്കുകയാണ് ചെയ്തത്. ആ പ്രസംഗത്തിലെ ഒരു ഭാഗം 20 സെക്കൻഡ് മാത്രമുള്ള ഒരു ഭാഗം അടർത്തിയെടുത്തുകൊണ്ട് അമിത്ഷാ അംബേദ്കറെ അപമാനിച്ചു എന്നുള്ള രീതിയിൽ 12 മണിക്കൂറുകൾക്ക് ശേഷം പാർലമെന്റിൽ അമിത്ഷാ പ്രസംഗം നടത്തിയ സമയത്ത് അവർ പ്രതിഷേധിച്ചില്ല. അതിനുശേഷം പുറത്തു വന്നിട്ടുള്ള സഭയിലെ നേതാക്കന്മാർ ആരും ആ വിഷയം ഉന്നയിച്ചിട്ടില്ല. തൊട്ടടുത്ത ദിവസം ട്വിറ്ററിൽ ഒരു വ്യാജ ID-യിലൂടെ അമിത്ഷായുടെ ഈ പ്രസംഗത്തിൽ 20 സെക്കൻഡ് മാത്രം പ്രക്ഷേപണം ചെയ്തുകൊണ്ട് അമിത്ഷാ അംബേദ്കറെ അപമാനിച്ചു എന്നൊരു പ്രചരണം നടത്തി. അതിനെതിരെ നിയമ നടപടികൾ പോലും ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പൊ ട്വിറ്റർ തന്നെ അത് ഷെയർ ചെയ്തിട്ടുള്ള കോൺഗ്രസ് ഹാൻഡിലുകൾക്ക് അത് പിൻവലിക്കാനും അതിൽ വിശദീകരണം ബോധിപ്പിക്കാനും ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ ലീഗൽ ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഡൽഹി പോലീസ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചരണത്തിനും സമൂഹത്തിൽ കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളുടെയും പേരിൽ FIR-കൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അംബേദ്കർക്കെതിരായിട്ടുള്ള വ്യാജ പ്രചരണം നടത്തുക, അമിത്ഷായുടെ പ്രസംഗത്തെ വളച്ചൊടിക്കുക തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് BJP MP-മാർ ഇന്ന് സഭയുടെ പുറത്ത് മഗർദ്വാറിനടുത്ത് പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നത്. ആ പ്രതിഷേധ സ്ഥലത്തേക്ക് മറ്റ് കോൺഗ്രസ് MP-മാരെ കൂട്ടി വരുന്ന രാഹുൽ ഗാന്ധി അവർക്ക് നേരെ വന്ന് കയർക്കുകയും അവരെ തള്ളി മാറ്റുകയും 70 വയസ്സുള്ള പ്രതാപ് ചന്ദ്ര സാരംഗി എന്ന് പറയുന്ന ബാലേശ്വറിൽ നിന്നുള്ള MP
ഒരു വയോധികനായിട്ടുള്ള മനുഷ്യൻ. അദ്ദേഹത്തെ തള്ളിയിട്ടിട്ട് അദ്ദേഹത്തിന്റെ തല മുറിഞ്ഞിട്ട് 3 സ്റ്റിച്ച് ഇടേണ്ടി വന്നു. അദ്ദേഹത്തെ രാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ ICUവിൽ അഡ്മിറ്റ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ഡീപ്പായിട്ടുള്ള മുറിവുണ്ട് എന്ന് രാം മനോഹർ ലോഹ്യ ആശുപത്രി അധികൃതർ തന്നെ പ്രസ്താവന പുറപ്പെടുവിക്കുകയും അതിനെ തുടർന്ന് അദ്ദേഹത്തിന് 3 സ്റ്റിച്ചുകൾ ഇടേണ്ടിയും വന്നു. മറ്റൊരു MP-ക്കും പരിക്കേറ്റിട്ടുണ്ട്. ഒരു വനിതാ MP-യോട് രാഹുൽ ഗാന്ധി നേരിട്ടിട്ട് വളരെ മോശമായി സംസാരിച്ചു, മിസ്ബിഹേവ് ചെയ്തു, മോശം പദപ്രയോഗങ്ങൾ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് നാഗാലാൻഡിൽ നിന്നുള്ള പട്ടികജാതി വിഭാഗക്കാരിയായിട്ടുള്ള പട്ടികവർഗ വിഭാഗക്കാരിയായിട്ടുള്ള ST ഷെഡ്യൂൾ ട്രൈബ് വിഭാഗത്തിൽ നിന്നുള്ള നാഗാലാൻഡിൽ നിന്നുള്ള വനിതാ MP സ്പീക്കർക്ക് പരാതി പോലും കൊടുത്തിട്ടുണ്ട്. അതായത് യാതൊരു ജനാധിപത്യ മര്യാദയും ഇല്ലാതെ സമ്പൂർണ്ണമായിട്ടുള്ള ഗുണ്ടാ രാഷ്ട്രീയത്തിലേക്ക് ഈ പറയുന്ന ഡെസ്പറേഷൻ കൊണ്ട് കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നു. ആ റൗഡി രാഷ്ട്രീയത്തിന് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് നേതൃത്വം കൊടുക്കുന്നു എന്ന സാഹചര്യമാണ് നമ്മൾ ഇന്ന് സഭയിൽ കണ്ടത്. അംബേദ്കർക്കെതിരെ അമിത്ഷാ ആരോപണം ഉന്നയിച്ചു അല്ലെങ്കിൽ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള പ്രചരണമൊക്കെ പൊളിഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. അമിത്ഷായുടെ തന്നെ ആ പ്രസംഗം മുഴുവൻ കേൾക്കുന്ന ഏതൊരാൾക്കും അത് ബോധ്യപ്പെടും. അതിന് ആ കാര്യങ്ങൾ വിശദീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് രംഗത്ത് വരികയും അദ്ദേഹം ട്വിറ്ററിലൂടെ വിശദമായിട്ട് ആ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്യുകയും BJPയുടെ മുഴുവൻ മുൻനിര നേതാക്കളും JP നഡ്ഡ മുതൽ അശ്വിനി വൈഷ്ണവ് മുതൽ നിർമ്മലാ സീതാരാമൻ മുതൽ നിരവധി ആളുകൾ ഈ വിഷയത്തിൽ ട്വീറ്റ് ചെയ്യുകയും ചെയ്തതോടെ ആരാണ് യഥാർത്ഥത്തിൽ അംബേദ്കറോട് അനീതി കാണിച്ചത്, ആരാണ് അംബേദ്കറോട് നിന്ദ കാണിച്ചതുള്ള കാര്യം വ്യക്തമാണ്. യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് ആദ്യമായിട്ടാണ് അംബേദ്കർക്ക് അർഹിക്കുന്ന സ്ഥാനവും ഗൗരവവും സമ്മാനവും കൊടുക്കുന്ന ഒരു സർക്കാർ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. പഞ്ചതീർത്ഥ എന്ന് പറയുന്നത് അംബേദ്കറുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 5 കേന്ദ്രങ്ങൾ, അംബേദ്കറുടെ ജന്മഭൂമി മധ്യപ്രദേശിലെ ഭുവ, അദ്ദേഹത്തിന്റെ ശിക്ഷാഭൂമി, അദ്ദേഹം പഠിച്ചിട്ടുള്ള ബോംബെയിലെ സ്ഥലം, UK-യിലുള്ള സ്ഥലം, അദ്ദേഹത്തിന്റെ ദീക്ഷാഭൂമി, അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുന്ന സ്ഥലം, അദ്ദേഹത്തിന്റെ മഹാപരിനിർവാൺ ഭൂമി, അദ്ദേഹം മരണം സംഭവിക്കുന്ന സ്ഥലം, അദ്ദേഹത്തിന്റെ ചൈത്യഭൂമി, അദ്ദേഹത്തിന്റെ സംസ്കാരം നടന്ന സ്ഥലം, ഈ 5 സ്ഥലങ്ങളും ഏറ്റെടുക്കുകയും ഡെവലപ്പ് ചെയ്യുകയും അവിടെ അംബേദ്കർക്ക് ഉചിതമായിട്ടുള്ള സ്മാരകങ്ങൾ നിർമ്മിക്കുകയും ചെയ്തത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള NDA സർക്കാരാണ്. ഇതുവരെ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ സർക്കാരുകളൊന്നും ഈ കാര്യത്തിൽ ഒന്നും ശ്രമിച്ചിട്ടില്ല. 2015-ലാണ് ആദ്യമായിട്ട് അംബേദ്കറുടെ സംസ്കാരം നടന്നിട്ടുള്ള ചൈത്യഭൂമി അതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ ഒഴിവാക്കി ഗവൺമെന്റ് ഏറ്റെടുത്ത് അവിടെ അർഹമായിട്ടുള്ള ഒരു മോണ്യുമെന്റ് ഉണ്ടാക്കിയത്. അംബേദ്കർ UK-യിൽ പഠിച്ചിരുന്ന സമയത്ത് അതിനെ ദീക്ഷാഭൂമി എന്ന് വിളിച്ചുകൊണ്ട് താമസിച്ചിരുന്ന കെട്ടിടം നരേന്ദ്രമോദി നേരിട്ട് സന്ദർശിക്കുകയും ആ കെട്ടിടം മഹാരാഷ്ട്ര സർക്കാർ ഏറ്റെടുക്കുകയും അവിടെ ഉചിതമായിട്ടുള്ള അംബേദ്കർ സ്മാരകം നിർമ്മിക്കുകയും ചെയ്തു. മധ്യപ്രദേശിലുള്ള അംബേദ്കർ ജനിച്ചിട്ടുള്ള ഭുവ എന്ന് പറയുന്ന സ്ഥലം, അവിടെ ഇപ്പോൾ അംബേദ്കറുടെ പേരിൽ വലിയ ഒരു വിശാലമായിട്ടുള്ള മോണ്യുമെന്റ് നിർമ്മിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ അംബേദ്കറിന്റെ പരിനിർവാണം നടന്നിട്ടുള്ള സ്ഥലം, അതേപോലെ തന്നെ ഡൽഹിയിൽ അംബേദ്കറുടെ പേരിൽ ഇന്റർനാഷണൽ മ്യൂസിയം, ഇങ്ങനെ 5 പ്രധാനപ്പെട്ട അംബേദ്കർ സ്മാരകങ്ങൾ സ്ഥാപിക്കുന്ന BJP-യാണ്. എന്നാൽ കോൺഗ്രസിന്റെ സർക്കാർ എന്താണ് ചെയ്തത്? 1950-ൽ നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് അപമാനിതനായിട്ട് ഇറങ്ങിപ്പോരേണ്ടി വന്നിട്ടുള്ള ആളാണ് അംബേദ്കർ. അംബേദ്കറെ ആദ്യത്തെ മന്ത്രിസഭയിൽ അംഗമായി എടുക്കാൻ പോലും നെഹ്റു തയ്യാറായിരുന്നില്ല. ഇതൊക്കെ പുറത്തു വന്നിട്ടുള്ള ചരിത്ര രേഖകൾ തെളിയിക്കുന്ന കാര്യമാണ്. 1947 വരുന്ന ആദ്യത്തെ നെഹ്റു മന്ത്രിസഭ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മന്ത്രിസഭയല്ല. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടത്തി യഥാർത്ഥത്തിൽ ആദ്യത്തെ 1ാം ലോക്സഭ നിലവിൽ വരുന്നത് വരെയുള്ള ട്രാൻസിഷൻ ഗവൺമെന്റ് ആണ്, താൽക്കാലിക മന്ത്രിസഭയാണ്. ആ മന്ത്രിസഭയിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള അംഗങ്ങളെ, അതൊരു റെപ്രസെന്റേറ്റീവ് സഭയായതുകൊണ്ട് എല്ലാ പാർട്ടിയിൽ നിന്നുള്ള ആളുകളെ എടുക്കുന്നുണ്ട്. ഹിന്ദു മഹാസഭയിൽ നിന്ന് ശ്യാം പ്രസാദ് മുഖർജി എടുക്കുന്നുണ്ട്, ജനതാ പാർട്ടിയിൽ നിന്ന് ഷൺമുഖം ചെട്ടി എടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ പ്രജിത പാർട്ടിയിൽ നിന്ന് ബിലേഷ് സിംഗിനെ എടുക്കുന്നുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ മന്ത്രിസഭയിൽ അംഗമാവുന്നുണ്ട്. എന്നാൽ ആ മന്ത്രിസഭയിൽ അംബേദ്കർ അംഗമാക്കാൻ നെഹ്റു ആദ്യം തയ്യാറെന്നില്ല. അവസാനം ജഗ്ജീവൻ റാം സർദാർ വല്ലഭായ് പട്ടേലിനോട് സംസാരിക്കുകയും സർദാർ വല്ലഭായ് പട്ടേൽ മഹാത്മാഗാന്ധിയോട് നേരിട്ട് സംസാരിക്കുകയും ചെയ്തതിനു ശേഷമാണ് അംബേദ്കറെ നിയമമന്ത്രിയായിട്ട് ഇൻഡക്ട് ചെയ്യാൻ നെഹ്റു തയ്യാറാവുന്നത്. അംബേദ്കർ തന്നെ തന്റെ റെസിഗ്നേഷൻ സ്പീച്ചിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അതായത് നിയമമന്ത്രി എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് അധികാരങ്ങളൊന്നും ഇല്ലാത്ത, പോളിസി ഡിസിഷൻസിലൊന്നും കൈകടത്താൻ സാധിക്കാത്ത ഒരു ഓഫീസ് മാത്രമാണ്. ആ കാര്യത്തിൽ ഞാൻ തൃപ്തനായിരുന്നില്ല. എന്നാൽ എന്നെ എടുക്കുന്ന സമയത്ത് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല കൂടി എനിക്ക് തരാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ 1951-ൽ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയപ്പോഴും എന്നെ അതിൽ നിന്ന് ഒഴിച്ചു നിർത്തുകയാണ് ചെയ്തത്. ആ മന്ത്രിസഭയിൽ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ചെയ്തിരുന്നത് കമ്മിറ്റികളാണ്. കമ്മിറ്റികൾ യഥാർത്ഥത്തിൽ തീരുമാനം എടുക്കുകയും ക്യാബിനറ്റ് അതിന് അംഗീകാരം കൊടുക്കുകയും ചെയ്യുന്ന പ്രവണതയായിരുന്നു. എന്നാൽ നിർണായകമായിട്ടുള്ള ഒരു ക്യാബിനറ്റിൽ എന്നെ അംഗമാക്കിയില്ല. ഫിനാൻസുമായി ബന്ധപ്പെട്ട എക്കണോമിക്സ് കമ്മിറ്റി ഉണ്ടാക്കി. ഞാൻ എക്കണോമിക്സ് പഠിച്ചിട്ടുള്ള ആളാണ്, ആ കാര്യത്തിൽ വിദഗ്ധനാണ്. എന്നെ ആ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയില്ല. ഫോറിൻ പോളിസിയുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയിൽ എന്നെ ഉൾപ്പെടുത്തിയില്ല. ഡിഫൻസുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയിൽ എന്നെ ഉൾപ്പെടുത്തിയില്ല. എല്ലാ കാര്യങ്ങളും എന്നെ പൂർണ്ണമായിട്ട് മാറ്റി നിർത്തുമായിരുന്നു. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കുന്നത്. ഒന്ന്, ഷെഡ്യൂൾ കാസ്റ്റുകളോട് അർഹമായിട്ടുള്ള ഗൗരവത്തോടു കൂടി സർക്കാർ പ്രതികരിക്കുന്നില്ല. ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ഷെഡ്യൂൾ കാസ്റ്റ് കമ്മീഷൻ രൂപീകരിക്കാൻ 1951 വരെ നെഹ്റു തയ്യാറായിരുന്നില്ല. മുസ്ലിങ്ങളോട് മാത്രം പ്രത്യേകമായിട്ട് താല്പര്യം കാണിക്കുകയും ഷെഡ്യൂൾ കാസ്റ്റുകളുടെ താല്പര്യങ്ങളെ പൂർണ്ണമായി അവഗണിക്കുകയും ചെയ്യുന്നു നെഹ്റു എന്ന രൂക്ഷമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അംബേദ്കർ രാജിവെക്കുന്നത്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് നെഹ്റുവിന്റെ ഫോറിൻ പോളിസി, മറ്റാർക്കും ഇടപെടാൻ കഴിയേണ്ട ഏകാധിപത്യ പ്രവണതയോടുകൂടി ഒരാൾ ഒറ്റയ്ക്ക് നിശ്ചയിക്കുന്ന ഫോറിൻ പോളിസി, ഇരുമ്പ് മറക്കുന്ന
പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ഫോറിൻ പോളിസി അത് എന്താണെന്ന് പോലും ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റികൾ തീരുമാനമെടുക്കുന്നു, ക്യാബിനറ്റ് അപ്രൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ അതായത് ശ്രീ ശങ്കുട്ടി ദാസ്, ഇതുവരെ ഈ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ഒക്കെ ഗാന്ധി ദർശനങ്ങൾ പിന്തുടർന്നിരുന്ന കോൺഗ്രസിന്റെ, പ്രത്യേകിച്ച് രാഹുലിന്റെ വേറൊരു മുഖമാണ് നമ്മൾ ഇന്ന് പാർലമെന്റിൽ കണ്ടത്. നോക്കൂ, എത്ര അസഹിഷ്ണുതയോടെയാണ് അദ്ദേഹം പാർലമെന്റ് വളപ്പിൽ പെരുമാറുന്നത്. എതിർ കക്ഷികളോട് കാണിക്കേണ്ട രാഷ്ട്രീയ മര്യാദ രാഹുൽ ഈ അങ്ങേയറ്റം ഫ്രസ്ട്രേറ്റഡ് ആയ ഒരു അവസ്ഥയിൽ മറന്നു പോകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് രാഹുലിന്റെ ഇന്നത്തെ ബോഡി ലാംഗ്വേജ് എന്നതൊക്കെ വളരെ ശ്രദ്ധേയമാണ്. ഈ സാരംഗിക്ക് പരിക്കേറ്റ് അവിടെ കിടക്കുമ്പോൾ വളരെ കൃത്യമായി BJPയുടെ നേതാക്കൾ വളരെ കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങളുടെ മര്യാദ എന്ന് പറയുന്നത് ഇതാണോ എന്ന് പൊതുജന മധ്യത്തിൽ ചോദിക്കുകയാണ്. പക്ഷേ ഒരു നാണക്കേടുമില്ലാതെ തിരിഞ്ഞു നടക്കുന്ന രാഹുലിനെ കാണുകയാണ് നമ്മൾ. അല്ല, രാഹുൽ ഗാന്ധി അത് നിഷേധിക്കുന്നില്ല. ഇന്നിപ്പോ ANI പുറത്തുവിട്ടിട്ടുള്ള വാർത്താ ക്ലിപ്പ് ഉണ്ട്, വീഡിയോ ക്ലിപ്പ് ഉണ്ട്, അത് അമിത് മാളവ്യ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ രാഹുൽ ഗാന്ധി പറയുന്നത്, ഞാൻ അങ്ങോട്ട് വരുമ്പോൾ, സഭയിലേക്ക് വരുമ്പോൾ എന്റെ എൻട്രൻസ് തടഞ്ഞിട്ട് ഇവർ നിൽക്കുകയായിരുന്നു, എനിക്ക് സഭയിലേക്ക് പ്രവേശിക്കാനുള്ള അധികാരമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവരെ തള്ളി മാറ്റിയെന്നാണ്. അതായത് ഞാൻ ഇവരെ തള്ളിയിട്ടില്ലാന്നോ ഇദ്ദേഹത്തെ ഉന്തി മറച്ചിട്ടിട്ടില്ലാന്നോ അദ്ദേഹം പറയുന്നില്ല. ഞാൻ സഭയിലേക്ക് വന്നപ്പോൾ എന്റെ ദ്വാരം ഇവർ തടഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഇവരെ മാറ്റുകയാണ് ഞാൻ ചെയ്തത്. വളരെ അഭിമാനപൂർവ്വം താനത് ചെയ്തു എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ വീഡിയോ ക്ലിപ്പ് വന്നിട്ടുള്ളത്. പിന്നീട് അത് വിഷയമായതിനു ശേഷമാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ വ്യാജ പരാതിയുമായിട്ട് ഖാർഗെ എന്നെ തടഞ്ഞു എന്നുള്ള തുടങ്ങിയിട്ടുള്ള പരാതികളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇവിടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇന്ന് സഭയിൽ നടന്നിട്ടുള്ള അതിക്രമം എന്ന് പറയുന്നത് കോൺഗ്രസ് തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സഭാ സ്തംഭനങ്ങളുടെ ചരിത്രത്തിലെ മറ്റൊരു അധ്യായം മാത്രമാണ്. ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം അംബേദ്കറുടെ പേര് പറഞ്ഞുകൊണ്ട് രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ ഇളക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ സമരമൊക്കെ ഇവർ സംഘടിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവർ അംബേദ്കറോട് എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ പറയുന്നു. അംബേദ്കർ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോടുള്ള നെഹ്റുവിന്റെ മനോഭാവത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് ആ മന്ത്രിസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള ആളാണ്. അതിനുശേഷം 51-ലെ പൊതു തെരഞ്ഞെടുപ്പിൽ അംബേദ്കർ മത്സരിച്ചപ്പോ അംബേദ്കർ തോൽക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അംബേദ്കറുടെ മണ്ഡലത്തിൽ, ബോംബെ നോർത്തിലാണ് അംബേദ്കർ മത്സരിക്കുന്നത്, ആ മണ്ഡലത്തിൽ നേരിട്ട് നെഹ്റു പോയി പ്രചരണം നടത്തി. ഹ്യൂമിലിയേറ്റിംഗ് ഡിഫീറ്റ് ആണ് അംബേദ്കർക്ക് ഏൽപ്പിച്ചത്. അംബേദ്കറുടെ സെക്രട്ടറി ആയിരുന്ന, അംബേദ്കറുടെ പ്രൈവറ്റ് അസിസ്റ്റന്റ് ആയിരുന്ന, പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന നാരായൺ സബോഡ കശ്രോൾക്കർ എന്ന് പറയുന്ന ജൂനിയർ ആയിട്ടുള്ള ആളെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയത്. അദ്ദേഹത്തെ നിർത്തിക്കൊണ്ട് വരെ അംബേദ്കറെ തോൽപ്പിച്ച് കാണിക്കും എന്നൊരു ധാർഷ്ട്യമായിരുന്നു ഉണ്ടായിരുന്നത്. എഡ്വിന മൗണ്ട് ബാറ്റന് അംബേദ്കർ എഴുതുന്ന നെഹ്റു എഴുതുന്ന കത്തുണ്ട്. എഡ്വിന മൗണ്ട് ബാറ്റന് നെഹ്റു എഴുതുന്നത്, തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയം നമുക്ക് നേടാൻ സാധിച്ചു, അംബേദ്കറുടെ തോൽവി. ഇതെല്ലാം അനാവരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. ശങ്കുട്ടി ദാസ്, കോൺഗ്രസിന്റെ പ്രതിനിധി സോയ കൂടി നമ്മോടൊപ്പം ചേരും അല്പസമയത്തിനകം എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ KV രാജശേഖരൻ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ KV രാജശേഖരൻ, ഇന്നലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാഴ്ച എന്താണ്? പാർലമെന്റിൽ അമിത്ഷാ പ്രസംഗിക്കുന്നു, അതിൻ്റെ ഒരു 20 സെക്കൻഡ് വീഡിയോ എഡിറ്റ് ചെയ്തെടുത്തുകൊണ്ട് അംബേദ്കറെ അപമാനിച്ചു, BJP അപമാനിച്ചു, അമിത്ഷാ അപമാനിച്ചു, രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ ശബ്ദത്തിൽ രാജ്യത്തുടനീളം വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്ന കോൺഗ്രസിനെയാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം പക്ഷേ സംസാരിക്കുമ്പോൾ, അമിത്ഷാ പാർലമെന്റിൽ സംസാരിക്കുന്ന സമയത്ത് ഇതേക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. എതിർ ചേരിയിൽ നിന്ന് ഒരു എതിർ ശബ്ദം പോലും ഉയരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. പക്ഷേ പിന്നീട് കുറെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു നറേറ്റീവ് സൃഷ്ടിക്കപ്പെടുന്നത്. ഇത് ബോധപൂർവമല്ലേ? ഒരു സംശയവും അക്കാര്യത്തിലില്ല. അംബേദ്കറെ അപമാനിച്ചത് ആരാണെന്നുള്ള ചോദ്യത്തിന് ശ്രീ ശങ്കുട്ടി ദാസ് കൃത്യമായ മറുപടി നൽകി കഴിഞ്ഞു. ഇന്നലെ സംഭവിച്ചതാണെങ്കിൽ അങ്ങ് പറഞ്ഞതുപോലെ 20 സെക്കൻഡ് അല്ല, 40 സെക്കൻഡിൻ്റെ അമിത്ഷായുടെ പ്രസംഗത്തിൻ്റെ ഭാഗത്തെ കട്ട് ഷോട്ട് ചെയ്ത് 12 സെക്കൻഡായിട്ടാണ് അവതരിപ്പിച്ചത്. അമിത്ഷാ കൃത്യമായി പറഞ്ഞു, എന്നും അംബേദ്കറെ അധിക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവർ ആവർത്തിച്ച് അംബേദ്കർ എന്നുള്ള പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവസ്ഥയെക്കുറിച്ചാണ് അമിത്ഷാ കൃത്യമായും സൂചിപ്പിച്ചത്. പക്ഷെ അവിടെ സംഭവിച്ചത് മറ്റൊന്നാണ്. അപ്രതീക്ഷിതമായി ചോദിച്ചു വാങ്ങിയ ഒരടി പോലെ ഈ പാർലമെന്റിലെ ഈ ചർച്ച കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ട് കിട്ടിയ ഒരവസരമാണ്. ആ അവസരത്തിൽ കൃത്യമായ ഗ്രഹപാഠം ചെയ്തുകൊണ്ട് അംബേദ്കറെ പലതരത്തിലും അധിക്ഷേപിച്ച ചരിത്രം ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും നേതാക്കൾ എടുത്തു പറഞ്ഞപ്പം അതിൽ പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു,
പേര് ഞാൻ മറന്നുപോയെങ്കിലും ആ ചിരാഗ് പസ്വാന്റെ പാർട്ടിയിലുള്ള 25 വയസ്സുള്ളൊരു യുവതി, ദളിതയാണ്, യുവതിയാണ്, MP ആണ്. അവരുടെ പ്രഭാഷണവും മറ്റുമൊക്കെ ഭാരതത്തിലെ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ അംബേദ്കറെ അവഹേളിച്ച ചരിത്രം പറഞ്ഞപ്പോൾ പോലും ഒരുപക്ഷെ ആരും സൂചിപ്പിക്കാതിരുന്ന ഒരു കാര്യം കൂടി ഞാനെടുത്ത് പറയുകയാണ്. അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ എത്തിയത് എങ്ങനെയാണെന്ന് പൊതുസമൂഹത്തിന് അറിയാമോ? അതിനുവേണ്ടി നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ബോംബെ പ്രൊവിൻസിൽ നിന്ന് അംബേദ്കറെ കോൺഗ്രസ് പരാജയപ്പെടുത്തി 1946. അങ്ങനെ പരാജയപ്പെടുത്തിയ ശേഷം മറാഠി പത്രത്തിൽ കൊടുത്ത പ്രസ്താവന അംബേദ്കർ പാർലമെന്റിന്റെ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ വാതിലിൽ കൂടിയല്ല, ജനലിൽ കൂടി പോലും എത്തിവരുന്നൊരു സാഹചര്യം ഞങ്ങൾ കൊടുത്തില്ല എന്ന് അഭിമാനപൂർവ്വം. ഇതെല്ലാം ഈ സംവാദത്തിൽ വിഷയമാക്കേണ്ടതുണ്ട്. കോൺഗ്രസിന്റെ പ്രതിനിധി ഡോക്ടർ സോയ ജോസഫ് കൂടി ചേരുകയാണ്. ഡോക്ടർ സോയ, ഈ ഭരണഘടനാ ചർച്ച പ്രതിപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ആവശ്യപ്രകാരമാണ് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടത്തിയത്. അവിടെ ഈ ഭരണഘടനാ ചർച്ചയിൽ വടികൊടുത്ത് അടി വാങ്ങിയ ഒരവസ്ഥ കോൺഗ്രസിന് വന്നു ഭവിച്ചു. അതാണ് ഇത്രമേൽ അസഹിഷ്ണുത കോൺഗ്രസ് പുലർത്താൻ കാരണം എന്നാണ് BJPയുടെ വാദം. പാർലമെന്റിൽ വലിയ അക്രമത്തിന് രാഹുൽ തന്നെ നേതൃത്വം നൽകുന്ന ഒരു കാഴ്ച പാർലമെന്റ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്താണ് ഇത്ര വലിയ അസഹിഷ്ണുതയ്ക്കിടയാക്കിയത്? നമുക്ക് അറിയാവുന്ന ഒരു 2024 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള വലിയൊരു പരിസരമുണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ പാർലമെന്റിനകത്തും അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ. ആ ഒരു പരിസരത്തിന് വലിയ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ തുടർച്ചയായ 2 തവണത്തെ നരേന്ദ്രമോദി സർക്കാരിനെ അപേക്ഷിച്ച് ഇത്തവണ വളരെ കൃത്യമായി ഒരു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഇന്ത്യ സഖ്യം ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള ഒരു ശക്തമായ നിര പാർലമെന്റിനകത്തും പുറത്തും നിരന്തരമായ ഒരു പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അത് നിരന്തരം ചർച്ചകളായിട്ടും സംവാദങ്ങളായിട്ടും മറ്റു പലതരത്തിലും പാർലമെന്റിനകത്തുണ്ടാകുന്ന രാഹുൽ ഗാന്ധിയുടെയും അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ ശരീരഭാഷ പോലും വലിയ രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് കഴിഞ്ഞ 10 വർഷത്തെയും ഈ 2024 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷവുമുള്ള അവരുടെ രീതികളും അവരുടെ അല്ലെങ്കിൽ നമുക്ക് അവരുടെ ശരീരഭാഷയിൽ പോലും വലിയ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് അത്തരത്തിലൊരു അസ്വസ്ഥതയുടെ ഭാഗമാണ്. ആർക്കാണ്? കോൺഗ്രസിന് ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഭരണഘടനയെ പറ്റി സംസാരിക്കുമ്പോൾ എന്ത് അസ്വസ്ഥതയാണ് കോൺഗ്രസിന് ഉണ്ടാകുന്നത്? കാരണം ഈ രാജ്യത്ത് അത്തരമൊരു ഭരണഘടനയെ പറ്റി, ഇന്ത്യയുടെ ഭരണഘടനയെ പറ്റി ആധികാരികമായി ചർച്ച ചെയ്യാൻ എല്ലാ കാലത്തും അവകാശമുണ്ട് എന്ന് ഉത്തമ ബോധ്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ എന്തിന്റെ ബോധ്യത്തിലാണ് ഭരണഘടനയെ കുറിച്ച് നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ അവകാശമുണ്ട് എന്ന് പറയുന്നത്? ഈ രാജ്യം അടിയന്തരാവസ്ഥയുടെ കിരാത നാളുകൾ കടന്നുപോയതാണ്. ആ ഓർമ്മപ്പെടുത്തലുകൾ വളരെ കൃത്യമായി പാർലമെന്റിന്റെ ഇരുസഭകളിലും അനാവൃതമാക്കപ്പെട്ടു. മറുപടിയില്ലായിരുന്നു കോൺഗ്രസിന്. അടിയന്തരാവസ്ഥയെ പറ്റി നമുക്ക് സംസാരിക്കാം. അടിയന്തരാവസ്ഥ മാത്രമല്ലല്ലോ കഴിഞ്ഞ അല്ലെങ്കിൽ ഈ 75 വർഷവും കടന്ന് അല്ലെങ്കിൽ 75 വർഷവും പിന്നിട്ട് ഇന്ത്യയുടെ ചരിത്രം മുന്നോട്ട് പോകുമ്പോ അടിയന്തരാവസ്ഥ മാത്രമല്ലല്ലോ ഈ രാജ്യത്തുള്ളത്. 47 സ്വാതന്ത്ര്യം കിട്ടുമ്പോ ഈ രാജ്യത്ത് നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ പോയി അല്ലെങ്കിൽ മുത്തശ്ശന്മാരോ മുത്തശ്ശിമാരോ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കണം. അവരോട് കൃത്യമായി ഈ രാജ്യത്ത് പട്ടിണിയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചോദിക്കണം. സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നു എന്ന് ചോദിക്കണം. ഈ രാജ്യം കടന്നുപോയിട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ടേറിയ കൈപ്പേറിയ കാലഘട്ടത്തെ പറ്റി ചോദിക്കണം. അന്ന് നെഹ്റുവിനെ അതൊക്കെ സ്വാഭാവികമാണ്. ഒരു കൊളോണിയൽ ഭരണകാലത്തിന് ശേഷം ജനാധിപത്യത്തിലേക്ക് ഒരു രാജ്യം കടക്കുമ്പോൾ അത് പിച്ച വെച്ച് നടക്കുന്ന ജനാധിപത്യ വ്യവസ്ഥിതിയാണ്. അതൊക്കെ ഇനി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതൊക്കെ കടന്നു പോകുന്നു. നമ്മൾ അത്തരത്തിൽ 70 കൊല്ലം മുൻപുള്ള ചരിത്രം ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ 50 കൊല്ലത്തെ മുൻപുള്ള അടിയന്തരാവസ്ഥ മാത്രമേ, അതായത് 10 വർഷത്തെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്നാണല്ലോ നിങ്ങൾ വിശേഷിപ്പിക്കുന്നത്. മോദി വന്നതിന് ശേഷമുള്ള 10 വർഷത്തെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ. പക്ഷേ യഥാർത്ഥത്തിൽ ഈ രാജ്യം അനുഭവിച്ച പ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ ഓരോ കാര്യങ്ങളും പാർലമെന്റിൽ അനാവൃതമാക്കപ്പെട്ടപ്പോൾ കോൺഗ്രസ് ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടായില്ലേ? ഞാൻ പറയട്ടെ, എന്നെ പറയാൻ അനുവദിക്കൂ.
എന്നെ പറയാൻ അനുവദിക്കും. നിങ്ങൾ രാജ്യത്തിന്റെ ചരിത്രം പറയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഈ സെലക്ടീവ് മെമ്മറി ഉപയോഗിക്കരുത്. അത് BJP-കാർക്ക് അല്ലെങ്കിൽ സംഘപരിവാരക്കാർക്ക് അതേ നിവർത്തിയുള്ളൂ. കാരണം ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ എവിടെയാണ് BJP-യും സംഘപരിവാരവും സവർക്കറും ഒക്കെ നിൽക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ചരിത്രം പഠിക്കുന്ന ആളുകളാ. ഞാനും നിങ്ങളും ഒക്കെ ചരിത്രം പഠിച്ചിട്ടുള്ള ആളുകളാ. അതുകൊണ്ട് സ്വാതന്ത്ര്യ സമരം വേണ്ട, ഈ രാജ്യത്തെ ബ്രിട്ടീഷ് കൊളോണിയലിസത്തെ പറ്റി ചർച്ച ചെയ്യേണ്ട, ഈ രാജ്യത്തെ പട്ടിണിയെ പറ്റി ചർച്ച ചെയ്യേണ്ട, 47-കളിലും 50-കളിലും പഞ്ചവത്സര പദ്ധതിയെ പറ്റി ചർച്ച ചെയ്യേണ്ട, ഗരീബി ഹട്ടാവിനെ പറ്റി ചർച്ച ചെയ്യേണ്ട, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെ പറ്റി ചർച്ച ചെയ്യേണ്ട, കാർഷിക വിപ്ലവത്തെ പറ്റി ചർച്ച ചെയ്യേണ്ട, ധവള വിപ്ലവത്തെ പറ്റി ചർച്ച ചെയ്യേണ്ട, ഈ രാജ്യത്തെ എയിംസ് വന്നതിനെ പറ്റി, ഈ രാജ്യത്ത് അതിനുശേഷമുണ്ടായ ജലസേചന സൗകര്യങ്ങൾ, അണക്കെട്ടുകൾ, മറ്റു നിർമ്മാണങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഇതൊന്നും ചർച്ച ചെയ്യേണ്ട. ഇതൊക്കെ ഉണ്ടാക്കിയ കാലത്ത് ഈ സംഘപരിവാരവും BJP-യും ഒക്കെ എവിടെയായിരുന്നു എന്നുകൂടെ നിങ്ങൾ ചരിത്രം പഠിക്കുമ്പോൾ പറഞ്ഞു വെക്കൂ. അതുകൊണ്ട് കോൺഗ്രസ് ഭരണഘടന ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസിന് എവിടെയാണ് ആധികാരികത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ചരിത്രം ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസിന് എവിടെയാണ് ആധികാരികത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളെ സംബന്ധിച്ച് ഈ രാജ്യത്തിന്റെ ചരിത്രം അറിയുന്ന ആളുകളെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല. ആ സംശയം നിങ്ങൾക്കുണ്ടാകും. കാരണം നിങ്ങൾ എടുക്കുന്ന സെലക്ടീവ് മെമ്മറി ഉപയോഗിച്ചല്ല ഞങ്ങൾ ചരിത്രം പഠിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രം, ഈ രാജ്യത്തിന്റെ ചരിത്രം കോൺഗ്രസിന്റെ കൂടെ ചരിത്രമാണ് എന്ന് കൃത്യമായ ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൽ തന്നെയാണ് ഇത്തരം ഒരു ഫ്ലോറിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഭരണഘടന ചർച്ച ചെയ്യുമ്പോൾ ആർക്കാണ് അസ്വസ്ഥത ഉണ്ടാകുന്നത്? അംബേദ്കറിനെ പറ്റി പറയുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് പ്രതിരോധിക്കേണ്ടി വരുന്നത് എന്നൊക്കെ കൃത്യമായി ഞങ്ങൾക്കറിയാം. കാരണം ഈ ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത്, ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത്, അല്ലയോ യുവാക്കളെ, എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ യൗവനം പാഴാക്കരുതെന്ന് ചോദിച്ചത് ഞങ്ങളുടെ നെഹ്റുവോ പട്ടേലോ ഗാന്ധിയോ ഒന്നും ആയിരുന്നില്ല എന്ന് ചരിത്രം വീണ്ടും എന്നെ കൊണ്ട് അതുകൊണ്ട് BR അംബേദ്കർ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്, സോയ അടക്കം പഠിച്ചിട്ടുള്ളത് രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പി ആണ് എന്നാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി അത് മാറ്റിവെച്ചുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നെഹ്റുവിനെയാണ് ആ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുന്നത്. അംബേദ്കറെ യഥാർത്ഥത്തിൽ മറന്നുപോയത് ആരാണ്? അല്ല, ഞങ്ങൾ നെഹ്റുവിനെ മറന്നുപോയാലും അല്ലെങ്കിൽ ഞങ്ങൾ അംബേദ്കറെ മറന്നുപോയാലും ഒക്കെ ഓർമ്മിപ്പിക്കാൻ ഇവിടെ ആളുണ്ട്. കാരണം ഓർമ്മപ്പെടുത്തലാണ് സോയ ഇന്ന് പാർലമെന്റിൽ ആ അസഹിഷ്ണുതയുടെ പുറത്ത് നടന്ന അക്രമ സംഭവങ്ങളുടെ മുഖ്യ കാരണം. BJP-ക്കും ഉള്ളതുപോലെ സെലക്ടീവ് മെമ്മറി ഉപയോഗിക്കേണ്ട ഗതികേട് കോൺഗ്രസിന് ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ചില്ല. കാരണം കഴിഞ്ഞ ദിവസം പോലും പാർലമെന്റിൽ പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നത് നെഹ്റു ഈ രാജ്യത്തിനൊന്നും ചെയ്തിട്ടില്ല, നെഹ്റു ഈ രാജ്യത്തിന് വേണ്ടി, നെഹ്റു സംവരണ വിരുദ്ധനാണ്. നെഹ്റുവിനെ പറ്റി ഇപ്പോഴും എത്രയോ മൺമറഞ്ഞു പോയ അല്ലെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നെഹ്റുവിനെ എങ്ങനെ യശസ്വരീരനാക്കുന്നത് നിങ്ങളുടെ പ്രധാനമന്ത്രിയോട് തന്നെ ചോദിക്കണം. എവിടെയാണ്, എന്തുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾ നെഹ്റുവിനെ ഭയപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായ കാരണം. നെഹ്റുവിനെ BJP ഭയപ്പെടുന്നു എന്നാണല്ലോ അങ്ങ് പറഞ്ഞു വെക്കുന്നത്. ശ്രീ ശങ്കുട്ടിദാസ്, അങ്ങേക്ക് തുടരാം. അങ്ങനെ നെഹ്റുവിനെ ഭയപ്പെടേണ്ട ഒരു ഗതികേട് BJP-ക്ക് വന്നിട്ടുണ്ടോ ഇപ്പോൾ? നമുക്ക് ആരാണ് അംബേദ്കറെ അപമാനിച്ചതെന്നുള്ളതിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കാം. സോയ ചോദിച്ചു, ആരാണ് നെഹ്റുവിനെ അംബേദ്കർക്ക് പകരം പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചത് എന്ന്. ഈ 2024 ജനുവരി മാസത്തിൽ കോൺഗ്രസിന്റെ ഓവർസീസ് കോൺഗ്രസിന്റെ ചെയർമാൻ ആയിട്ടുള്ള സാം പിത്രോദ ചെയ്തിട്ടുള്ള ട്വീറ്റ്, ആ ട്വീറ്റിൽ പറയുന്നത് നെഹ്റു അംബേദ്കർ ആണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ശില്പി എന്ന് പറയുന്നതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ നുണ. ഇന്ത്യയുടെ ഭരണഘടന യഥാർത്ഥത്തിൽ നമുക്ക് തന്നത് നെഹ്റു ആണ്. ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രിയമ്പിൾ നിർമ്മിക്കുന്നത് തന്നെ നെഹ്റു ആണ്. ഈ ലെഗസി മുഴുവൻ അംബേദ്കർക്ക് കൊണ്ട് ചുമത്തി കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ചരിത്രത്തിലെ ഒബ്ജക്റ്റീവ് റെസല്യൂഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ ഉണ്ടല്ലോ. സോയ നമ്മളിപ്പോൾ ശംഖു ഒരു സെക്കൻഡ് ഇതിനോട് സോയയുടെ ഒരു മറുപടി ചോദിച്ചിട്ട് നമുക്ക് പോകാം. സാം പിട്രോഡ 2024 ട്വീറ്റ് ചെയ്ത ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഓണറിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഹൂ കോൺട്രിബ്യൂട്ടഡ് മോർ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ്സ് പ്രിയാമ്പിൾ? നെഹ്റു, നോട്ട് അംബേദ്കർ. എന്താണ് ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? അല്ല, ഇതിലെന്താണ് ഇത്ര അസ്വസ്ഥതപ്പെടാനുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് സത്യം വളച്ചൊടിക്കുന്നത് കൊണ്ടാണ് അസ്വസ്ഥതപ്പെടുന്നത്. എന്തുകൊണ്ടാണ് നെഹ്റുവിന് ഇതാണോ നിങ്ങളുടെ നിലപാട്? സാം പിത്രോദ മുന്നോട്ട് വെച്ച അംബേദ്കറെ പരിപൂർണമായും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഈ വാദത്തിനോട് സോയ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതൊക്കെ കേവലം വ്യക്തിപരമായിട്ടുള്ള നിലപാടുകളാണ്. നിങ്ങൾ നെഹ്റുവിനെ ഇകഴ്ത്താൻ വേണ്ടി അംബേദ്കറെ ഉയർത്തിക്കാട്ടുന്ന ഈ ഏറ്റവും മോശപ്പെട്ട തന്ത്രത്തിലൂടെയാണ്
BJP കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ഇത്ര BJP നെഹ്റുവിനെ ഭയപ്പെടുന്നത്? അത് സാം തന്നെയാണ് ഞാൻ പിത്രോദ, ചോദിക്കുന്നത്. ശ്രീ ശങ്കുട്ടിദാസ്, സാം പിത്രോദ കോൺഗ്രസിന് എന്തായിരുന്നു, രാഹുൽ ഗാന്ധിക്ക് എന്തായിരുന്നു, സോണിയാഗാന്ധിക്ക് എന്തായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ശ്രീ ശങ്കുട്ടിദാസ്, അതൊന്നും നമുക്ക് ചർച്ച ചെയ്ത് പോകാം. ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് സാം പിത്രോയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് സോയ ഞാൻ വരാം. സോയ പൂർണ്ണമായും അതിലൊരു അസ്വാഭാവികത ഇല്ലെന്ന് പറയുകയാണ്. ഇനി ശങ്കുട്ടിദാസ് പറയട്ടെ. സാം പിത്രോദ ഇന്ദിരാഗാന്ധി മുതൽ നരസിംഹറാവിനെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള കോൺഗ്രസിന്റെ എല്ലാ പ്രധാനമന്ത്രിമാരുടെയും ഉപദേഷ്ടാവായിരുന്ന ആളാണ്. അവരുടെ വലിയ ദേശീയ ഉപദേശക സമിതിയിൽ ഉൾപ്പെടെ കൈയാളിയിരുന്ന ആളാണ്. അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തിന്റെ ദ്രാവിഡര് ആഫ്രിക്കക്കാരോടാണ് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് എന്നുള്ള പരാമർശത്തിന്റെ പേരിൽ താൽക്കാലികമായിട്ട് ഇലക്ഷൻ സമയത്ത് മാറ്റി നിർത്തിയതിനു ശേഷം കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വീണ്ടും ഓവർസീസ് ചെയർമാൻ സ്ഥാനത്തേക്ക് റീഇൻസ്റ്റേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഈ രാഹുൽ ഗാന്ധിയുടെ പോലും ഒരു പ്രിൻസിപ്പൽ അഡ്വൈസറായിട്ട് പ്രധാനപ്പെട്ട നയ ഉപദേശകനായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ നിലപാട് കോൺഗ്രസിന്റെ നിലപാടല്ലെന്നൊന്നും പറയാൻ പറ്റില്ല, വ്യക്തിപരമായിട്ടുള്ള നിലപാടാണെന്നൊന്നും പറയാൻ കഴിയില്ല. അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് നെഹ്റു ആണോ അംബേദ്കർ ആണോ? യഥാർത്ഥത്തിൽ നെഹ്റു ആണ്, അംബേദ്കർ അല്ലാതെ. സോയ പറഞ്ഞത് എന്താണ്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ കൊണ്ടുവന്നത് നെഹ്റുവാണ്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് പ്രിയമ്പിൾ ആയതെന്ന്. പക്ഷെ പ്രിയമ്പിൾ മാത്രമല്ല ഇന്ത്യയുടെ ഭരണഘടന. പ്രിയമ്പിൾ എന്ന് പറയുന്നത് ഭരണഘടനയുടെ ആമുഖം മാത്രമാണ്, ഡോർ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആയിരുന്നത് ഡോക്ടർ BN റാവു ആണ്. BN റാവു നേതൃത്വം 273 ആർട്ടിക്കിളുള്ള ഒരു ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ സമർപ്പിക്കുന്നു. അതൊരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നു. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ആ BR അംബേദ്കറുടെ നേതൃത്വത്തിലാണ് ഈ 395 ആർട്ടിക്കിളുകളും 22 പാർട്ടികളുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ വന്നത്. പ്രിയമ്പിൾ മാത്രമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് അംബേദ്കറിനേക്കാൾ അർഹത നെഹ്റുവിനാണെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സിലിരിപ്പ് പുറത്താണ്. രണ്ടാമത്തെ കാര്യം, 2012 കോൺഗ്രസിന്റെ സർക്കാർ അധികാരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന NCERT ടെക്സ്റ്റ് ബുക്ക്, ആ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്ന ഒരു കാർട്ടൂൺ എന്നത് വലിയ വിവാദമായിരുന്നു. സഭയിൽ തന്നെ ഉന്നയിക്കപ്പെടുകയും കപിൽ സിബൽ അതിന് മറുപടി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് ആ കാർട്ടൂൺ പിൻവലിക്കേണ്ടി വന്നു. എന്തായിരുന്നു? ഒച്ചുപോലെ എഴയുന്ന ഒരു ഭരണഘടനയ്ക്ക് മുകളിൽ ഇരിക്കുന്ന അംബേദ്കർ, ആ അംബേദ്കറെ ചാട്ടവാറിന് അടിച്ചുകൊണ്ട് വേഗത്തിൽ സഞ്ചരിപ്പിക്കുന്ന നെഹ്റു. എന്താ പറഞ്ഞത്? ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് കൊടുത്തിട്ടുള്ള സമയം അത് ഒരുപാട് എക്സീഡ് ചെയ്തു. 3 വർഷത്തിന് മുകളിൽ സമയം എടുത്തു. അവസാനം നെഹ്റു തിരക്കൂട്ടിയിട്ടാണ് ഈ ഒച്ചിനെ കൊണ്ട് ഇങ്ങനെ എഴയിച്ചത്. അതായത് അംബേദ്കർ ചാട്ടക്കടിക്കുന്ന നെഹ്റുവിന്റെ ചിത്രമാണ് NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ പഠിപ്പിച്ചിരുന്നത് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത്. എന്നിട്ട് 2012 അത് പിൻവലിക്കേണ്ടി വന്നത്. 1950 ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ആദ്യത്തെ മന്ത്രിസഭയിൽ അംബേദ്കർ അംഗമായതെന്ന് ഞാൻ പറഞ്ഞു. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും പ്രാതിനിധ്യം ഉണ്ടായിരുന്നൊരു മന്ത്രിസഭയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റിസ് പാർട്ടിയിൽ നിന്ന് ഷൺമുഖം ചെട്ടിയും, ഹിന്ദു മഹാസഭയിൽ നിന്ന് ശ്യാം പ്രസാദ് മുഖർജിയും, പ്രജ്ഞതാ പാർട്ടിയിൽ നിന്ന് ബൽദേവ് സിംഗും ഒക്കെ ഉണ്ടായിരുന്ന മന്ത്രിസഭയിൽ ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷന്റെ പ്രതിനിധിയായിട്ടാണ് BR അംബേദ്കർ വരുന്നത്. ആദ്യം BR അംബേദ്കറെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ തയ്യാറായില്ല. പിന്നീട് ജഗ്ജീവൻ റാം സർദാർ വല്ലഭായ് പട്ടേലുമായി സംസാരിച്ച് സർദാർ വല്ലഭായ് പട്ടേൽ ഗാന്ധിയോട് സംസാരിച്ചിട്ടൊക്കെയാണ്. അതിനുശേഷം അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ചുമതലകൾ കൊടുക്കാതിരുന്നതും ഡിഫൻസ് കമ്മിറ്റിയിലോ ഫിനാൻസ് കമ്മിറ്റിയിലോ ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റിയിലോ ഉൾപ്പെടുത്താതിരുന്നതും ഒക്കെ അംബേദ്കർ അദ്ദേഹത്തിന്റെ റെസിഗ്നേഷനിൽ പറയുന്നുണ്ട്. അംബേദ്കർ റിസൈൻ ചെയ്യുന്ന ഘട്ടത്തിൽ 1950 സെപ്റ്റംബറിലാണ് 2 പ്രധാനപ്പെട്ട രാജികൾ നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഒന്ന് രാജാജി എന്ന് വിളിക്കുന്ന C രാജഗോപാലാചാരി, 2 ബാബാ സാഹിബ് എന്ന് വിളിക്കുന്ന BR അംബേദ്കർ. അന്ന് PC റോയ് നെഹ്റുവിന് കത്തയച്ചിട്ട് ചോദിച്ചു, 2 പ്രധാനപ്പെട്ട സ്റ്റാൾവാർട്സ് മന്ത്രിസഭയിൽ നിന്ന് ഇറങ്ങി പോകുന്നത് സർക്കാരിന് ക്ഷീണം വരുത്തില്ലെന്ന്. PC റോയ്ക്ക് നെഹ്റു കൊടുത്തിട്ടുള്ള മറുപടി, രാജാജിയുടെ ഇറങ്ങിപ്പോക്ക് ഒരു പക്ഷെ ചെറിയ ക്ഷീണം വരുത്തിയേക്കാം, എന്നാൽ അംബേദ്കർ പോകുന്നത് ഒരു ആഘാതവും വരുത്തില്ല എന്നാണ്. 1951 ഈ പറയുന്ന BR അംബേദ്കർ ബോംബെ നോർത്ത് മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹം തോൽക്കുന്നുവെന്ന് നെഹ്റു പേഴ്സണലി ഉറപ്പുവരുത്തി. അദ്ദേഹത്തെ ഹ്യൂമിലിയേറ്റ് ചെയ്ത് പരാജയപ്പെടുത്താൻ വേണ്ടി അംബേദ്കറുടെ PA ആയിരുന്ന പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന നാരായൺ സബോഡ കജ്നോൾക്കറെ കൊണ്ട് അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രചരണത്തിന് നേരിട്ടും നെഹ്റു പങ്കെടുത്തു. 15,000 വോട്ടിന് അന്ന് അംബേദ്കർ പരാജയപ്പെട്ടു. എഡ്വിന മൗണ്ട്ബാറ്റൻ എഴുതിയിട്ടുള്ള കത്തിൽ നെഹ്റു പറഞ്ഞു, നമ്മൾ വിചാരിച്ചതിനേക്കാൾ വലിയ വിജയം കൈവരിച്ചിരിക്കുന്നു, അംബേദ്കറെ നമുക്ക് പരാജയപ്പെടുത്താൻ സാധിച്ചിരിക്കുന്നത്. 1954 ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടെന്നുള്ള ആഗ്രഹത്തെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പിൽ ഭണ്ഡാറിൽ നിന്ന് വീണ്ടും അദ്ദേഹം മത്സരിച്ചു. കോൺഗ്രസ് അതിശക്തമായിട്ടുള്ള പ്രചരണം അംബേദ്കർക്കെതിരെ നടത്തി. അദ്ദേഹത്തിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തില്ല. അദ്ദേഹം 3ാം സ്ഥാനത്ത് എത്തുന്നു ഉറപ്പുവരുത്തു. 1957 രണ്ടാമത്തെ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്ക് അംബേദ്കർ മരിച്ചു കഴിഞ്ഞിരുന്നു. അംബേദ്കർക്ക് മരണാനന്തരം പോലും ഭാരതരത്ന കൊടുക്കാൻ, രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി കൊടുത്ത് ആദരിക്കാൻ ഇവർ തയ്യാറായില്ല. 1955 നെഹ്റു സ്വന്തം മന്ത്രിസഭ അധികാരത്തിലിരുന്ന സമയത്ത് സ്വയം ഭാരതരത്ന എഴുതിയെടുത്തു. 1971 ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് ഭാരതരത്ന എഴുതിയെടുത്തു. എന്നാൽ 1990 VP സിംഗിന്റെ നേതൃത്വത്തിൽ ജനതാദളുടെ മന്ത്രിസഭ, ഭാരതീയ ജനതാ പാർട്ടി കൂടി പിന്തുണച്ചിട്ടുള്ള നാഷണൽ ഫ്രണ്ട് ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴാണ് അംബേദ്കർക്ക് ഭാരതരത്ന
കൊടുക്കുന്നത്. 40 വർഷം അംബേദ്കർക്ക് ഭാരതരത്ന കൊടുക്കണമെന്നുള്ള ചിന്ത പോലും ഇവർക്ക് ഉണ്ടായില്ല. അംബേദ്കറുടെ ചിത്രം, അംബേദ്കറുടെ പോർട്രേറ്റ് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ വെക്കുന്നത് BJP പിന്തുണച്ചിട്ടുള്ള നാഷണൽ ഫ്രണ്ട് ഗവൺമെന്റ് 1990 അധികാരത്തിൽ വന്നപ്പോഴാണ്. അംബേദ്കറിന്റെ പേരിലുള്ള ആദ്യത്തെ കോയിൻ നിലവിൽ വരുന്നത് BJP പിന്തുണച്ചിട്ടുള്ള നാഷണൽ ഫ്രണ്ടിന്റെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ്. ഇതൊന്നും കോൺഗ്രസ് ചെയ്തില്ലെന്ന് മാത്രമല്ല, കിട്ടുന്ന അവസരങ്ങളിൽ മുഴുവൻ ഇവർ അംബേദ്കറെ നിന്ദിക്കാനും നിരാകരിക്കാനും നികഴ്ത്താനുമുള്ള ഒരു അവസരം പോലും നഷ്ടപ്പെടുത്തിയിട്ടില്ല. 1950 രാജിവെക്കുമ്പോൾ അംബേദ്കർ നടത്തുന്ന പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിന്റെ ചരിത്രം പറയേണ്ടതാണ്. കാരണം രാജിവെക്കുന്ന മന്ത്രിക്ക് സഭയിൽ വന്നിട്ട് അതിന് രാജിയുടെ കാര്യം വിശദീകരിക്കാനുള്ള അവസരമുണ്ട്. പക്ഷെ അംബേദ്കർ രാജിയുടെ കാര്യം വിശദീകരിക്കാൻ വന്നപ്പോൾ സ്പീക്കർ അദ്ദേഹത്തിന് അനുമതി നിഷേധിച്ചപ്പോ അംബേദ്കർ പറഞ്ഞു എനിക്ക് അതിനുള്ള അർഹതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോ ആദ്യം എഴുതി തരണം, പ്രസംഗം എഴുതി തരണം, പരിശോധിച്ചതിന് ശേഷം മാത്രമേ സംസാരിക്കാൻ സമ്മതിക്കുള്ളൂ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പ്രസംഗിക്കുന്നില്ല എന്ന് പറഞ്ഞു. അവസാനം അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അവസരം കൊടുത്തപ്പോ നെഹ്റുവിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള പ്രസംഗമാണ്. അദ്ദേഹത്തിന്റെ റെസിഗ്നേഷൻ ലെറ്റർ നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കണം. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, നെഹ്റുവുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള വിയോജിപ്പ്, എങ്ങനെയാണ് തനിക്ക് അപ്രധാനമായിട്ടുള്ള വകുപ്പ് തന്നത്, പോളിസി ഡിസിഷൻസിൽ ഇടപെടാനുള്ള അവസരം തരാതിരുന്നത്, തന്നെ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് ചുമതല തന്നെ ഏൽപ്പിക്കാമെന്ന് പറയുന്ന വാഗ്ദാനം നെഹ്റു നിരസിച്ചത്, പിന്നീട് പ്രധാനപ്പെട്ട കമ്മിറ്റികൾ ഫോറിന്റെയും ഡിഫൻസിന്റെയും അതേപോലെ തന്നെ ഫിനാൻസിന്റെയും കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ തന്നെ ഉൾപ്പെടുത്താതിരുന്നത്, ഒരു സാമ്പത്തിക വിദഗ്ധൻ കൂടിയായിരുന്ന തനിക്ക് ഫിനാൻസ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും അതിനെ നിരാകരിച്ചത്, കമ്മിറ്റികൾ ആദ്യം തീരുമാനം എടുക്കുകയും പിന്നീട് അത് ക്യാബിനറ്റിനെ കൊണ്ട് അപ്രൂവ് ചെയ്യുകയും ചെയ്യുന്ന ഏകാധിപത്യ പ്രവണത കൊണ്ടുവന്നത്, ഇരുമ്പ് കർട്ടനുള്ളിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സംവിധാനം ഉണ്ടാക്കിയത്, വിദേശ നയം എന്ന് പറയുന്നത് നെഹ്റുവിന്റെ സ്വകാര്യ വകുപ്പായത്. നമ്മൾ 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എല്ലാ രാജ്യങ്ങളും നമ്മുടെ മിത്രങ്ങളായിരുന്നു. 4 കൊല്ലം കൊണ്ട് എല്ലാ രാജ്യങ്ങളെയും നമ്മുടെ ശത്രുക്കളാക്കി മാറ്റിയതാണ് നെഹ്റുവിന്റെ ഫോറിൻ പോളിസി എന്ന് അംബേദ്കർ പറയുന്നുണ്ട്. മാത്രമല്ല, ഷെഡ്യൂൾ കാസ്റ്റുകളോടുള്ള തീർത്തും അവഗണനാപരമായിട്ടുള്ള പെരുമാറ്റം, 4 വർഷമായിട്ടും ഷെഡ്യൂൾ കാസ്റ്റ് കമ്മീഷൻ ഉണ്ടാക്കാൻ തയ്യാറാവാതിരുന്നിട്ടുള്ള നെഹ്റുവിന്റെ നിരാസം, അത് താൻ തന്നെ നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, മുസ്ലിം വിഭാഗത്തോട് മാത്രം താല്പര്യം കാണിക്കുന്നു. ആർ മുസ്ലിംസ് ദ ഓൺലി കമ്മ്യൂണിറ്റി ദാറ്റ് റിക്വയർസ് പ്രൊട്ടക്ഷൻ, ഡസൻ ഷെഡ്യൂൾ കാസ്റ്റ് ഓഫ് ദിസ് ഇന്ത്യ റിക്വയർസ് പ്രൊട്ടക്ഷൻ എന്ന് അംബേദ്കർ അദ്ദേഹത്തിന്റെ റെസിഗ്നേഷൻ ലെറ്ററിൽ ചോദിക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ സംരക്ഷണം വേണ്ട വിഭാഗം മുസ്ലിങ്ങൾ മാത്രമാണോ? ഈ പട്ടികജാതി വിഭാഗങ്ങൾക്ക് സംരക്ഷണം വേണ്ടാന്നാണോ നിങ്ങളുടെ അഭിപ്രായം? ആ കാര്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് ഒരു തീരുമാനം എടുക്കുന്നില്ല, ഒരു നടപടി സ്വീകരിക്കുന്നില്ലെന്ന് രൂക്ഷമായിട്ട് വിമർശിക്കുന്നു. 3, ഹിന്ദു കോഡ് ബില്ലുമായിട്ടുണ്ടായിരുന്ന നെഹ്റുവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. ഈ 3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അംബേദ്കർ രാജിവെക്കുന്നത്. ഇതിന്റെ ശത്രുത അംബേദ്കർ നെഹ്റുവിന്റെ ചൊൽപ്പടിക്ക് നിന്നില്ലെന്നും അദ്ദേഹത്തെ അതിനിശ്ചിതമായിട്ട് വിമർശിക്കാൻ തയ്യാറായതുള്ള ശത്രുത അംബേദ്കറോട് ഇവർക്ക് അധികാരമുള്ള സമയത്തെല്ലാം ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. അംബേദ്കറുടെ പേരിൽ ഈ നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്ന പ്രവർത്തനം വന്നത് പോലും BJPയുടെ NDA സർക്കാർ അധികാരത്തിൽ വന്നിട്ടാ. അംബേദ്കറുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് 5 സ്മാരകങ്ങൾ, പഞ്ചതീർത്ത് എന്ന് പറയുന്ന ജന്മഭൂമി, ശിക്ഷാഭൂമി, ദീക്ഷാഭൂമി, മഹാപരിനിർവാൺ ഭൂമി, അതേപോലെ തന്നെ ചൈത്യഭൂമി, ഈ 5 പ്രോപ്പർട്ടികളും ഏറ്റെടുത്തിട്ട് അംബേദ്കർക്ക് ഉചിതമായിട്ടുള്ള സ്മാരകങ്ങൾ നിർമ്മിച്ചത് BJPയുടെ സർക്കാർ അധികാരത്തിൽ വന്നിട്ടാ. കോൺഗ്രസിന്റെ സർക്കാർ അധികാരത്തിലുള്ളപ്പോൾ അംബേദ്കറുടെ ലെഗസി നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് പ്രവർത്തനമാണ് ചെയ്തതെന്ന് വിശദീകരിക്കേണ്ട ബാധ്യത ഇവർക്കുണ്ട്. സോയ, ഇതിനെല്ലാം മറുപടി ആവശ്യമുണ്ട്. താങ്കൾ മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാധ്യമപ്രവർത്തകൻ KV രാജശേഖരനിലേക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് പോയതിന് ശേഷം ഞാൻ അങ്ങയിലേക്ക് തിരികെ എത്താം. ശ്രീ KV രാജശേഖരൻ, ഇതൊരു കാലത്തിൻ്റെ കാവ്യനീതി പോലെ തോന്നുകയാണ്. വളരെ കൃത്യമായി അംബേദ്കർ ഇത്രകാലം അപമാനിക്കപ്പെട്ടതിൻ്റെ ഒരു തിരിച്ചടി, അതാണ് കഴിഞ്ഞ 4 ദിവസങ്ങളായി നമ്മൾ പാർലമെൻറ്റിൽ നിന്ന് കാണാനാകുന്നത്. ഇന്ന് നടന്ന ഈ അക്രമം പോലും ഇത് പുറത്തു വന്നതിലെ വളരെ കൃത്യമായ ഒരു അതിവൈകാരികത, അവർക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് വളരെ കൃത്യമായി കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതിന് മറുപടി പറയുന്നതിന് മുമ്പായിട്ട് ചർച്ചയിൽ എനിക്ക് ലഭിച്ച വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ. അംബേദ്കറെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ബോംബെയിൽ നിന്ന് കോൺഗ്രസ്, നെഹ്റുവിൻ്റെ കോൺഗ്രസ് പരാജയപ്പെടുത്തി. അദ്ദേഹം പിന്നെ ജയിച്ചു വന്നത് ബംഗാളിൽ നിന്നാണ്. ജ്യോതിർമയി മണ്ഡൽ എന്ന് പറയുന്ന മറ്റൊരു ബാരിസ്റ്റർ, ഒരു പിന്നോക്ക വിഭാഗക്കാരൻ, അദ്ദേഹം ജയിച്ച സ്ഥാനം രാജിവെച്ച് കൊടുത്തിട്ട് ബംഗാളിലെ നാമശൂദ്ര വിഭാഗത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്താതിരിക്കാൻ വേണ്ടി ബോംബെയിൽ ആദ്യം തോൽപ്പിച്ചു, 2ാമത് തോൽപ്പിച്ചു, 3ാമത് തോൽപ്പിച്ചു. അതൊക്കെ ശംഖു പറഞ്ഞതാണ്. ഇനിയും
ശ്രീമതി സോയ പറഞ്ഞ ഒരു കാര്യം, അതിന് മറുപടി പറയാതെ പോയാൽ ശരിയാവില്ല. സവർക്കർ ആരാണെന്നൊരു ചോദ്യം ചോദിച്ചു. സവർക്കർ എവിടെയായിരുന്നു ചോദ്യം ചോദിച്ചു. ചരിത്രം അറിയാമെങ്കിൽ ലജ്ജ തോന്നണം. വിനായക ദാമോദർ സവർക്കറുടെ പേരുച്ചരിക്കുന്നതിന് സോണിയയ്ക്കോ രാഹുലിനോ പ്രിയങ്കയ്ക്കോ സോയയ്ക്കോ അവകാശമില്ല. ആ വലിയ മനുഷ്യന് മുമ്പിൽ കൂപ്പുകൈയോട് നിന്ന് മാപ്പ് പറയണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ വലിപ്പത്തിന് മുമ്പിൽ നിങ്ങളാരും വലിയ കാര്യമൊന്നുമല്ല. പിന്നെ സോയ പറഞ്ഞൊരു കാര്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സംഭാവന. അതെ, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കോൺഗ്രസിൽ ലോക്നായക് ജയപ്രകാശ് നാരായൺ ഉണ്ടായിരുന്നു, ആചാര്യ കൃപലാനി ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിളർന്ന് സോണിയയും രാഹുലും റോബർട്ട് വധേരയും മാത്രമായ കോൺഗ്രസിന് ആ പാരമ്പര്യത്തിൻ്റെ അവകാശം പറയാൻ ഒരു കാര്യവുമില്ല. ഒന്ന്. അടുത്ത വിഷയം, ഇന്നത്തെ കാര്യത്തെക്കുറിച്ച് നീലിമ ചോദിച്ചു. അവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. രാഹുലിന് ഒരു സ്ത്രീ രാജ്യസഭാ അംഗത്തെ, നാഗാലാൻഡിൽ നിന്നുള്ള ഒരു സ്ത്രീ രാജ്യസഭാ അംഗത്തെ കൊണ്ട് അയാൾ എന്നോട് വളരെ അടുത്ത് വന്നു, മോശമായി പെരുമാറി എന്ന് പറയേണ്ട അവസ്ഥ ഉണ്ടാക്കിയെങ്കിൽ ആ രാഹുലിൻ്റെ ഗുണ്ടായുസം അതിന് ഒരു ചരിത്രമുണ്ട്, ആ കുടുംബത്തിലൊരു ചരിത്രമുണ്ട്. കാരണം ഇത് നെഹ്റു സ്റ്റാർട്ട് ചെയ്തതാണ്. കർപ്പത്രി മഹാരാജ് എന്ന് പറയുന്ന ഒരു സന്യാസി ശ്രേഷ്ഠൻ നെഹ്റുവിൻ്റെ തീൻമൂർത്തിയുടെ വാതിക്കൽ പോയി സമരം ചെയ്തു. ജവഹർലാൽ നെഹ്റുവും വിജയലക്ഷ്മി പണ്ഡിറ്റും കൂടെ ഇറങ്ങി വന്ന ആ സന്യാസിയുടെ കരണത്തടിച്ചു. അന്ന് ന്യൂയോർക്ക് ടൈംസിലെ പത്രപ്രവർത്തകൻ പറഞ്ഞത്, ഇത് എൻ്റെ രാജ്യത്ത് അമേരിക്കയിലായിരുന്നെങ്കിൽ അയാൾ അമേരിക്കയുടെ പ്രസിഡന്റാണെങ്കിൽ പോലും ആ ഡാഷിനെ ബി തൊട്ട് തുടങ്ങുന്ന ഒരു അബ്യൂസീവ് പദപ്രയോഗം നടത്തിയത്. ആ ഡാഷിനെ ആ പദവിയിലിരിക്കാൻ അനുവദിക്കില്ലായിരുന്നു അവർ. ഒരു മിനിറ്റ്. അതിനുശേഷം ഇന്ദിരാഗാന്ധി ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായപ്പം ഒരു രഹസ്യ സംഭാഷണത്തിൽ കർക്ക നൗക്കർ പ്രധാനമന്ത്രി ബൻകയെന്ന് പറഞ്ഞയാളാണ് ഇന്ദിരാഗാന്ധി. വരാം സഞ്ജയിലേക്ക് 3 പ്രാവശ്യം സ്വന്തം അമ്മ ഇന്ദിരാഗാന്ധിയെ ഒരു ഹോട്ടലിലെ പാർട്ടിക്കകത്ത് വെച്ച് 3 പ്രാവശ്യം കയ്യേറ്റം ചെയ്ത സഞ്ജയുടെ പാരമ്പര്യം രാഹുലിനുണ്ട്. കഴിഞ്ഞില്ല, രാജീവ് അഞ്ജയെ, ആന്ധ്രയുടെ മുഖ്യമന്ത്രി അഞ്ജയെ അവിടുത്തെ എയർപോർട്ടിൽ വെച്ച് അവഗണിച്ച ചരിത്രമുണ്ട്. രാജീവിൻ്റെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച കേസ്, അടിച്ച കേസ്, അത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ പറയുന്നില്ല. അങ്ങനെ വരുന്ന ഓരോ ആളുകളും രാജ്യത്തെ പ്രധാനമന്ത്രിമാർ അവഗണിക്കുന്ന രീതി കാണിച്ചപ്പം ഇന്ന് ആ പ്രദീപ് ചന്ദ്ര സാരംഗി എന്ന് പറയുന്ന സാധാരണക്കാരനായ ഒരു MP, വളരെ സിമ്പിൾ ലൈഫുള്ളൊരു MP, അദ്ദേഹത്തെ തള്ളി താഴെയിട്ട് ചോര വീണത് കണ്ടപ്പം അബദ്ധത്തിൽ സംഭവിച്ചതാണെങ്കിൽ രാഹുൽ ചെന്ന് കൈകൊടുത്ത് സഹായിച്ചിരുന്നുവെങ്കിൽ ഇവരൊരു മനുഷ്യരാണെന്ന് പറയാമായിരുന്നു. അതുപോലെ ഒന്നുകൂടെ, രണ്ടാമത് ആക്രമിച്ച് ബോധം കെടുത്തിയതും UP ലോധ സമുദായത്തിൽപ്പെട്ട ഒരു പിന്നോക്കക്കാരനെയാണെന്ന് മറക്കണ്ട. അതുകൊണ്ട് അംബേദ്കറുടെ പേരും പറഞ്ഞ ഈ രാജ്യത്തെ സാധാരണക്കാരെയും സിമ്പിളായിട്ടുള്ള ആളുകളെയും പിന്നോക്കക്കാരെയും പട്ടികജാതിക്കാരെയും വീണ്ടും വീണ്ടും ആക്രമിക്കുന്നതാണ് തുനിയുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി രാജ്യം മാറി. ജഗജീവൻ റാമിനെ കൂടെ നിങ്ങൾ പറയിപ്പിച്ചു. ഇസ് കമ്പക് മുൽക്ക് മേ കഭി ഏക് ചമർ പ്രധാനമന്ത്രി നഹീ ബൻ സക്താ. ഈ നശിക്കപ്പെട്ട ഭൂമിയിൽ ഒരു ചമർ, ഒരു ചെരുപ്പ് കുത്തി ഒരിക്കലും പ്രധാനമന്ത്രി ആവില്ല എന്ന് ജഗജീവൻ റാമിനെ കൊണ്ട് പറയിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. മറക്കണ്ട, ഭാരതം എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ പോവുകയാണ്. ശരി, ഡോക്ടർ സോയ ജോസഫ്, രാഹുൽ ഗാന്ധി മോശമായി പെരുമാറിയെന്ന് കാണിച്ച് നാഗാലാൻഡിലെ വനിതാ BJP MP രാജ്യസഭാ അധ്യക്ഷന് കത്തയക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഇന്ന് നോക്കൂ, ശ്രീ KV രാജശേഖരൻ ചൂണ്ടിക്കാട്ടിയതുപോലെ അബദ്ധത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് എങ്കിൽ പ്രതാപ് ചന്ദ്ര സാരംഗി അവിടെ വീണ് കിടക്കുമ്പോൾ
ഒരു ജനാധിപത്യ മര്യാദയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഒന്ന് മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ രാഹുലിൻ്റെ വ്യക്തിത്വം എത്രയോ ഉയർന്നു നിൽക്കുമായിരുന്നു. നോക്കൂ, അവിടെ നിന്ന് അദ്ദേഹം അവിടെ ഒന്ന് നോക്കി ഒരക്ഷരം പോലും മിണ്ടാതെ തിരിഞ്ഞു നടക്കുന്ന രാഹുലിനെയാണ് നമ്മൾ കണ്ടത്, ദൃശ്യങ്ങളിൽ കണ്ടത്. വളരെ കൃത്യമായി രാഹുൽ പറയുന്നുണ്ട്, BJP MP-യെ എനിക്ക് തള്ളിയിടേണ്ടി വന്നു, അങ്ങനെ സംഭവിച്ചതാണ്. ഈ അക്രമത്തിൻ്റെ കാരണം വളരെ കൃത്യമായി രാഹുൽ പിന്നീട് മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. മറുപടി പറയാമോ? സോയ മറുപടി പറയാലോ? പറയാം. അപ്പൊ ഈ പറഞ്ഞ എനിക്ക് മുൻപ് സംസാരിച്ച ആളുകൾക്കൊക്കെ ഉള്ള അല്ലെങ്കിൽ ആളുകൾക്കൊക്കെ വേണ്ടി മറുപടി പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായും യഥാർത്ഥത്തിൽ നമ്മൾ ഈ BJP മുന്നോട്ട് വെക്കുന്ന എല്ലാ കാലത്തെയും ഒരു രീതിയുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന, വ്യക്തമായി അറിയുന്ന ഒരു കാര്യമാണ്. കാരണം BJPയെ സംബന്ധിച്ച് ഈ രാജ്യത്തിന്റെ ലെഗസിയുമായി ബന്ധപ്പെട്ട്, ഈ രാജ്യത്തിന്റെ വലിയ പുരോഗമനവുമായി ബന്ധപ്പെട്ട് എടുത്തു പറയത്തക്ക ഒരു പേരും BJPയുടെ ചരിത്രപരമായിട്ടുള്ള വീരനായകന്മാരെ സംബന്ധിച്ചില്ല. എന്റെ ചരിത്രപരമായിട്ടുള്ള എന്റെ അറിവ് വെച്ച് തന്നെയാണ് പറയുന്നത്. ഏറെ ബഹുമാന്യനായിട്ടുള്ള മാധ്യമ പ്രവർത്തകൻ പറഞ്ഞ സവർക്കറുടെ പരാമർശത്തിലേക്ക് കൂടി ഞാൻ വരുന്നുണ്ട്. അപ്പൊ അതിന് മുൻപ് ഈ പറഞ്ഞു വെക്കുന്ന ആദ്യം അതിന് കണ്ടെത്തുന്ന ചില വഴികളുണ്ട്. അതിൽ കണ്ടെത്തുന്ന ചില വഴികളുടെ പ്രത്യേകത ഇതാണ്. ആദ്യം നെഹ്റുവിനെ ഒരു വശത്ത് പ്രതിഷ്ഠിക്കും, എന്നിട്ട് മറുവശത്ത് ഈ പറയുന്ന അവരാരെയാണോ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്, കുറെ കാലം പട്ടേലിനെ ആയിരുന്നു. അപ്പൊ നെഹ്റുവിന്റെ ശത്രുവാണ് പട്ടേൽ. അപ്പൊ പട്ടേലിനെ വലിയ രീതിയിൽ ആരാധിക്കുന്നു, പട്ടേലിന് പ്രതിമ ഉണ്ടാക്കുന്നു, പട്ടേലിനെ വലിയ രീതിയിലുള്ള ഒരു ഗ്ലോറിഫിക്കേഷൻ നടത്തിക്കൊണ്ട് നെഹ്റുവല്ല പട്ടേലായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന രീതിയിൽ വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമങ്ങൾ ഒരുപാട് കാലം ഞാനും നിങ്ങളും ഒക്കെ കണ്ടതാണ്. അല്ല എന്ന് എനിക്കോ നിങ്ങൾക്കോ ഇവിടെ ഇരിക്കുന്ന ആർക്കും പറയാൻ സാധിക്കില്ല. കാരണം അത് കുറെ വലിയ പ്രതിമ ഉണ്ടാക്കുന്നു, ഈ രാജ്യം പട്ടിണിയിലാവുന്ന സമയത്തും അതൊരു തന്ത്രമാണ്. ഇപ്പൊ നെഹ്റുവിനെ ഒരു വശത്ത് പ്രതിഷ്ഠിക്കുന്നു, അംബേദ്കറിനെ. അപ്പൊ പട്ടേലിനെ കൊണ്ട് നടക്കാത്തത് ഇനി അംബേദ്കറിനെ ഞങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയാണ്. അംബേദ്കർ ഈ രാജ്യത്ത് സവർക്കറോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ആളുകളാണ്, അല്ലെങ്കിൽ സംഘപരിവാരത്തിന്റെ വലിയ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഈ രാജ്യത്ത്. ഞാൻ അംബേദ്കർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനെയും നിഷേധിച്ചുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ ഭരണഘടന എന്ന് പറയുന്നത് അത് ഏറ്റവും ഓതന്റിക് ആയിട്ടുള്ള ഒരു ഗ്രന്ഥം. ഈ രാജ്യത്ത് ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ മനുഷ്യരും ഇവിടെ ഇരുന്ന് സ്വാതന്ത്ര്യത്തോടു കൂടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തിന് ഒരു ഭരണഘടന ഉണ്ടായിരുന്നു. അതിന്റെ ശില്പി അംബേദ്കർ ആണ്. അന്ന് ഈ രാജ്യം ഭരിച്ചിരുന്ന പ്രസ്ഥാനം എന്താണ് എന്നൊക്കെയുള്ള, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആരാണ് എന്നൊക്കെയുള്ള കൃത്യമായ ബോധ്യത്തിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ അംബേദ്കറെ ഒരു തരി പോലും അല്ലെങ്കിൽ നെഹ്റുവിന് മുകളിലോ നെഹ്റുവിന് താഴെയോ ഒന്നും പ്രതിഷ്ഠിക്കാൻ വേണ്ടി. പക്ഷേ NCERT പാഠപുസ്തകത്തിൽ ഈ തലമുറയെ, ഒരു വളർന്നു വരുന്ന തലമുറയെ നിങ്ങൾ പഠിപ്പിച്ചതൊന്നും അങ്ങനെയല്ലല്ലോ. NCERT പാഠപുസ്തകത്തിൽ വന്ന ആ കാർട്ടൂൺ സോയയുടെ ശ്രദ്ധയിൽപ്പെട്ടോ? NCERT പാഠപുസ്തകത്തെ പറ്റി നോക്കൂ, അംബേദ്കറിന്റെ പിറകിൽ ചാട്ടവാറുമായി നിൽക്കുന്ന ആരാണ്? ചാട്ടവാറുമായി നിൽക്കുന്നത് ആരാണ്? സോയയ്ക്ക് പറയാൻ കഴിയുമോ? അത് നെഹ്റുവാണ്. അത് നെഹ്റുവാണ്. ആ വിഷയം പാർലമെന്റിൽ ഉയർത്തിയത് BJP ആണ്. ഒടുവിൽ സഹികെട്ട് NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഈ കാർട്ടൂൺ പിൻവലിക്കേണ്ടി വന്നു. എന്താണ് സോയ നിങ്ങളുടെ സർക്കാരുകൾ, നിങ്ങളുടെ നേതാക്കൾ ആ പാവപ്പെട്ട മനുഷ്യനോട് ചെയ്തത്? അല്ലല്ല, ഞാൻ പറയട്ടെ, അതിന്റെ പിന്നിൽ ചരിത്രപരമായിട്ടുള്ള വസ്തുതയെ പറ്റി കൂടി പറയട്ടെ. ഞാൻ ചാട്ടവാറിന് അടിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങൾ, അത്തരം ഒരു കാർട്ടൂൺ അതിൽ ഒരു നീതിയും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തേക്ക് ഈ രാജ്യം, നിങ്ങൾ മറ്റു രാജ്യങ്ങൾ എടുത്ത് പരിശോധിക്കുക. ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയ മറ്റു രാജ്യങ്ങളുടെ നിലവാരവും അല്ലെങ്കിൽ അതിന്റെ സ്ഥിതിയും നിങ്ങളൊന്ന് എടുത്ത് പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഭരണഘടനയുടെ പ്രാധാന്യം എന്താണ്, ഈ രാജ്യത്ത് നെഹ്റുവിന്റെ പ്രാധാന്യം എന്താണ്, കോൺഗ്രസിന്റെ പ്രാധാന്യം എന്താണെന്നൊക്കെ മനസ്സിലാകാൻ അത് മാത്രം പരിശോധിച്ചാൽ മതി. അതോടൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയ ഏത് രാജ്യമാണ് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയോട് കൂടെ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒറ്റ കാരണം എന്ന് പറയുന്നത് അത് വളരെ കൃത്യമായ സമയത്ത് ഒരു ഭരണഘടന ഇന്ത്യക്ക് അതിന്റെ പ്രാബല്യത്തിൽ വരുത്താൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ ഭരണഘടന എഴുതി ഉണ്ടാക്കിയത് ഡോക്ടർ അംബേദ്കർ ആണ്. അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ആളുകളാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നെഹ്റുവല്ല എന്നും അതിന്റെ പ്രിയാമ്പിൾ നെഹ്റുവിന്റെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ നിന്ന് രൂപം കൊണ്ടതാണെന്ന് നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞ അംബേദ്കർ അല്ലാതെ ഞങ്ങൾ ആരും നിഷേധിച്ചിട്ടില്ല.
ഞങ്ങൾക്ക് ആർക്കും അംബേദ്കറിനെ നിഷേധിക്കാനുള്ള ആ പ്രിയാമ്പിളിൽ പിന്നെ ഒരു ഭേദഗതി വന്നല്ലോ, അതെന്തിനായിരുന്നു സോയ? നിങ്ങൾ എന്തിനാണ് സോയ, ആ പ്രിയാമ്പിളിൽ പിന്നെ ഒരു ഭേദഗതി വന്നു, അതെന്തിനായിരുന്നു? അല്ല, പലതരത്തിലുള്ള രാജ്യത്ത് ഒരു ഭരണഘടന വരുമ്പോൾ എല്ലായിടങ്ങളിലും ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള അമെൻമെന്റ് പിന്നെ എന്തിനാണ് രാജ്യത്തൊരു അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, സ്വാഭാവികമായ പ്രക്രിയയായിരുന്നോ 29 തവണ ഈ ഭരണഘടനാ ഭേദഗതി വന്നത്? ഒരു വ്യക്തിയുടെ അധികാരം നിലനിർത്താൻ, ഒരു കുടുംബത്തിന് വേണ്ടി, ആ സ്ഥിരതയ്ക്ക് വേണ്ടി ഭരണഘടന ഭേദഗതി ചെയ്ത ചരിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അല്ല, കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും. സോയ, ഒരു സെക്കൻഡ്. കാലത്തിനനുസരിച്ച് ഭരണഘടനാ ഭേദഗതികൾ ഉണ്ടാകണം, പക്ഷേ ഇത് അകാലത്തിൽ ചെയ്ത കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ശ്രീ ശങ്കുട്ടിദാസ്, ഞാൻ പറയുന്നത് സോയുടെ ഊഴത്തിൽ സോയ സംസാരിച്ചോട്ടെ. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. സോയ പറയുന്നത് ഭരണഘടനയിൽ കാലത്തിനനുസരിച്ചുള്ള ഭേദഗതികൾ ഉണ്ടാവും, ചില സമയത്ത് പ്രിയമ്പളും ഭേദഗതിയൊക്കെ ചെയ്യേണ്ടി വരും, അതിലൊന്നും തെറ്റില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമ്പളിനെ വീണ്ടും BJP ഭേദഗതി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കും? ഞാൻ പറയുന്നത് ഈ രാജ്യത്ത് കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ ഭരണഘടന ഭേദഗതി ചെയ്തപ്പോൾ ഈ രാജ്യത്ത് ആർക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ BJP ഭേദഗതി ചെയ്യുമ്പോൾ അതാരുടെ പ്രശ്നം? എന്താണ് സോയ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്? ഈ രാജ്യത്തെ പൊതുസമൂഹത്തിന് എന്താണ് പ്രശ്നം ഉണ്ടായിരുന്നത്? കോൺഗ്രസ് ചെയ്തിട്ടുള്ള ഭരണഘടനാ ഭേദഗതികൾ 1976 42-ാം ഭരണഘടനാ ഭരണഘടനയെ വിളിക്കുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഭരണഘടനയ്ക്കുള്ളിൽ പുതിയൊരു ഭരണഘടന ഉണ്ടാക്കിയതാണ്. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ നിഷേധിക്കുന്നില്ല, ഇതൊക്കെ ചരിത്രപരമായിട്ടുള്ള വസ്തുതകളാണ്, ഞാൻ നിഷേധിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് ഈ രാജ്യത്ത് ഒരു നിയമം കൊണ്ടുവരുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ, ഞാൻ കൂടുതൽ സംസാരിക്കുന്നത്, നിങ്ങൾ കഴിഞ്ഞ 10 വർഷത്ത് ഈ രാജ്യത്ത് BJP കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങൾ എടുത്തൊന്ന് പരിശോധിച്ച് നോക്കുക. ഈ നിയമങ്ങൾക്കെതിരെ നടന്ന ബഹുജന പ്രക്ഷോഭങ്ങൾ പോലെ ഈ രാജ്യത്ത് ഒരു ഘട്ടത്തിലും ബഹുജന പ്രക്ഷോഭങ്ങൾ നടന്നിട്ടില്ല. എന്തുകൊണ്ടാണ് BJP ഈ രാജ്യത്ത് ഒരു കാര്യം കൊണ്ടുവരുമ്പോ, ഇപ്പൊ നിങ്ങൾ ഈ പ്രിയാമ്പിളിനെ പറ്റി പറയുമ്പോഴും അതാണ് ജനത്തിന്റെ പേടി. ഈ രാജ്യത്തെ പൊതുസമൂഹം, ഈ രാജ്യത്തെ പൊതുജനം, ഈ രാജ്യത്തെ ചിന്തിക്കുന്ന മനുഷ്യന് ഈ 10 വർഷത്തിനിടയിൽ BJP എത്ര ഭരണഘടനാ ഭേദഗതികൾ കൊണ്ടുവന്നു? അതിന്റെ കണക്കൊന്ന് പറയൂ. ഇവിടെ ഭരണഘടനയെ കൊല്ലാൻ നടക്കുന്നു, ഹിംസിക്കാൻ നടക്കുന്നു എന്നൊക്കെയാണല്ലോ നിരന്തരമായ ആരോപണങ്ങൾ. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ BJP സർക്കാർ കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതികൾ എന്തെല്ലാമാണ്? അതിനെ കുറിച്ച് അറിയാമോ? പറ്റി മാത്രമല്ല സംസാരിക്കുന്നത്, നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങൾ പോലും വളരെ കൃത്യമായ നിയമങ്ങൾ പോലും, അത് കർഷകരുമായി ബന്ധപ്പെട്ടതാവട്ടെ, അത് പൗരത്വ പ്രതിഷേധവുമായി അല്ലെങ്കിൽ പൗരത്വവുമായി ബന്ധപ്പെട്ടതാവട്ടെ, അതിനുശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആവട്ടെ, ഞാൻ പറയുന്ന ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോഴേക്കും ഈ പൗരത്വ ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് ഈ രാജ്യത്ത് നിന്നും എത്ര ന്യൂനപക്ഷ വിഭാഗക്കാർ ആട്ടിയോടിക്കപ്പെട്ടു? അതിന്റെ കണക്കൊന്ന് പറയാമോ? അതായിരുന്നല്ലോ നിങ്ങൾ മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ വാദഗതി. അല്ല, പൗരത്വ നിയമം മാത്രമല്ല, അതിന് 2 ഘടകങ്ങളുണ്ടല്ലോ. ഈ നാഷണൽ രജിസ്റ്റർ എന്ന് പറയുന്ന മറ്റൊരു സാധനം കൂടിയുണ്ട്. അപ്പൊ ഇത് രണ്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഇതിൽ അപകടം ഉണ്ടാകുക എന്നുള്ളത് വളരെ കൃത്യമായി മുഴുവൻ ഇത് നൽകുക എന്നുള്ളത് മാത്രമല്ലല്ലോ, അതിൽ വളരെ കൃത്യമായി തന്നെ ഒരു രജിസ്റ്റർ ഉണ്ടാക്കുമ്പോൾ അതിൽ ആരൊക്കെയാണ് പുറത്താവുക എന്നുള്ളതും കൂടെ വലിയ വിഷയം തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ അത് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ എന്തിനാണ് ഈ രാജ്യത്തെ മനുഷ്യരെ നിങ്ങൾ അസ്വസ്ഥരാക്കുന്നത്? എന്തോ പറയാനുണ്ട്, ഒരു സെക്കൻഡ്. ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ബഹുമാന്യനായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ അദ്ദേഹം പറഞ്ഞിരുന്നു, സവർക്കറെ പറ്റി പറയാൻ പിന്നെ രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ സോയക്കോ യോഗ്യതയില്ല എന്ന് പറഞ്ഞു. ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല. സവർക്കറെ പറ്റി പറഞ്ഞ് എന്തെങ്കിലും ആ ഒരു ഭാഗ്യം സിദ്ധിക്കാൻ, അല്ലെങ്കിൽ ആ സവർക്കറെ പറ്റി എന്തെങ്കിലും പറഞ്ഞ് അഭിമാനം കൊള്ളാൻ ഈ രാജ്യത്ത് ജീവിക്കുന്ന എന്നെ സംബന്ധിച്ച് യാതൊരു ആഗ്രഹമില്ല, യാതൊരു അഭിമാനവും ഞാൻ അതിൽ കണ്ടെത്തുന്നില്ല. ചരിത്രമൊക്കെ നമ്മളും VD സതീശനെ പേടിച്ചിട്ടാണോ? VD സതീശനെ പേടിച്ച് അമിത്ഷായും മോഡിയും പേടിച്ച് മറുപടി പറയുന്നത് പോലെ ഞങ്ങൾ ശരി സോയ പറഞ്ഞ് അവസാനിപ്പിച്ചെന്ന് വിചാരിക്കുന്നു. കോൺഗ്രസുകാർക്ക് സവർക്കർ എന്താണെന്നുള്ള കൃത്യമായ ബോധ്യമുണ്ട്, പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് സവർക്കറിന്റെ ചരിത്രം പറഞ്ഞ് ആത്മാഭിമാനം കൊള്ളുന്ന സംഘം അത് കോൺഗ്രസിനെ പഠിപ്പിക്കേണ്ടതില്ല, അത് കോൺഗ്രസിനെ പഠിപ്പിക്കേണ്ടതില്ല. ഞങ്ങൾക്ക് അതിൽ അഭിമാനമില്ല എന്നുള്ളത് മാത്രമല്ല. സോയ ശംഖുവിലേക്ക് പോകുന്നു. അല്ല, സോയ പറയുന്നത് സവർക്കറുടെ ചരിത്രത്തെ പറ്റി പറയേണ്ട ആവശ്യം കോൺഗ്രസിനില്ല, കോൺഗ്രസ് അത് അപമാനമായിട്ടാണ് കണക്കാക്കുന്നതെന്നാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീമതി സോയ പറയണം ഇന്ദിരാഗാന്ധി കോൺഗ്രസ്സുകാരി ആയിരുന്നില്ല, ഇന്ദിരാഗാന്ധിയുടെ നിലപാട് കോൺഗ്രസിന് വിരുദ്ധമായിരുന്നു. കാരണം 1971 സവർക്കറുടെ പേരിൽ പോസ്റ്റൽ സ്റ്റാമ്പ് ഇറക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റാണ്. സവർക്കറുടെ ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട്
റിമാർക്കബിൾ സൺ ഓഫ് ഇന്ത്യ എന്ന് സവർക്കറെ വിശേഷിപ്പിച്ചുകൊണ്ട്, ഇന്ത്യയുടെ ധീരനായ പുത്രൻ എന്ന് സവർക്കറെ വിശേഷിപ്പിച്ചുകൊണ്ട് ലെറ്റർ അയക്കുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ തന്നെയാണ് സവർക്കറുടെ പേരിൽ 1 രൂപ കോയിൻ ഇന്ത്യൻ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇങ്ങനെ സവർക്കറെ വല്ലാതെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ കോൺഗ്രസിന്റെ നിലപാടായിരുന്നില്ല പിന്തുടരുന്നത്, കോൺഗ്രസ്സുകാരി ആയിരുന്നില്ല ഇന്ദിര എന്നെങ്കിലും നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, ഇപ്പോ ഭരണഘടനാ ഭേദഗതി വരുത്തുന്നത് കാലികമായിട്ടൊക്കെ അതൊക്കെ നമ്മൾ ചെയ്യും. അതായത് കോൺഗ്രസുകാരുടെ കാലത്ത് ചെയ്തിട്ടുള്ള ഭേദഗതികളൊക്കെ സ്വാഭാവിക ഭേദഗതികളാണ്. പക്ഷെ BJPയുടെ കാലത്ത് ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതികളെ സമൂഹം ആശങ്കയോട് കൂടിയിട്ടാണ് കാണുന്നത്. നിയമങ്ങളെ പോലും വല്ലാതെ പൊതുജന പ്രക്ഷോഭം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രതിപക്ഷത്തിൽ ഇരുന്നിരുന്ന കാലത്ത് ഞങ്ങൾ ജനാധിപത്യപരമായിട്ടുള്ള മര്യാദ കാണിച്ചിരുന്നു. ഞങ്ങൾക്ക് പീപ്പിൾസ് മാൻഡേറ്റ് കിട്ടിയില്ല. നിയമം ഉണ്ടാക്കാനുള്ള അധികാരം, നിയമനിർമ്മാണ സഭയിൽ ഇരിക്കാനുള്ള അധികാരം കോൺഗ്രസിനാണ് ജനങ്ങൾ കൊടുത്തത്. കൂടുതൽ അംഗങ്ങൾ അവർക്കാണ് കിട്ടിയത്. അതുകൊണ്ട് നിയമം ഉണ്ടാക്കുന്ന പണി അവർ ചെയ്യട്ടെ. അവരുടെ പോളിസി അതിനെ തെരുവിൽ കലാപം നടത്തിയിട്ടല്ല നേരിടേണ്ടത് എന്നുള്ളത് ജനാധിപത്യ ബോധം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾക്കതില്ല. നിങ്ങൾ ഏതൊരു വിഷയത്തെയും തെരുവിൽ കലാപം ശരി. ഞാനൊരു കാര്യം മാത്രം സോയയോട് ചോദിക്കാം. സോയ ഭരണഘടനാ ഭേദഗതിയെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോ പാർലമെന്റ് ചർച്ച ചെയ്യുന്നത് 129ാം ഭരണഘടനാ ഭേദഗതിയാണ്. അങ്ങേക്ക് അറിയാമായിരിക്കും. അതായത് ഈ രാജ്യത്തെ ഭരണഘടന ഇതിനോടകം തന്നെ ആർട്ടിക്കിൾ 368 പ്രൊവിഷൻ പ്രകാരം 129 തവണ ഭേദഗതികൾ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ 2:3 സ്പെഷ്യൽ മെജോറിറ്റിയും 50% ഓഫ് സ്റ്റേറ്റ്സിന്റെ റാറ്റിഫിക്കേഷനും വേണ്ട ഏതാണ്ട് 106 ഭരണഘടനാ ഭേദഗതികൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഭരണഘടനാ ഭേദഗതികളിൽ 84 ഭരണഘടനാ ഭേദഗതികൾ ഉണ്ടാക്കിയത് കോൺഗ്രസിന്റെ കാലത്താണ്. BJPയുടെ കാലത്ത് ആകെ 1999 മുതൽ 2004 വരെ എടുത്താലും 2014 മുതൽ 2024 വരെ എടുത്താലും ആകെ 7 ഭരണഘടനാ ഭേദഗതികളാണ് BJP സർക്കാരുകൾ ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഭരിച്ചിട്ടുള്ളത് BJP വളരെ കുറവ് സമയമാണ്. ഈ ഭരണഘടനാ ഭേദഗതികൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. BJPയുടെ ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് ജുഡീഷ്യൽ കമ്മീഷൻസ് അപ്പോയിന്റ്മെന്റ് ബില്ലാണ്. ജഡ്ജിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഭരണഘടനയുടെ ഒറിജിനൽ പൊസിഷനിലേക്ക് റിവേർട്ട് ചെയ്യാൻ. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ജഡ്ജിമാരെ തന്നെ അപ്പോയിന്റ് ചെയ്യുന്ന കൊളീജിയം സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് സുപ്രീം കോടതി തന്നെ 3 ജഡ്ജസ് കേസ് എന്ന് പറയുന്ന കേസിലൂടെ സ്വയമേവ സ്ഥാപിച്ചതാണ്. ലോകത്ത് എവിടെയും ഇല്ലാത്തതുപോലെ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി സംരക്ഷിക്കണമെങ്കിൽ ജഡ്ജിമാരെ തന്നെ നിയമിക്കുന്ന വ്യവസ്ഥ വേണം എന്ന് പറഞ്ഞ സംവിധാനം. ഇതിനെ റിവേർട്ട് ചെയ്തുകൊണ്ട് ഒറിജിനൽ പൊസിഷനിലേക്ക് പോകാൻ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളും പ്രതിപക്ഷ അംഗങ്ങളും സുപ്രീം കോടതിയിലെ ജഡ്ജിമാരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സംവിധാനം ജുഡീഷ്യൽ കമ്മീഷൻസ് അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി എന്ന് പറയുന്നത്, ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കാനാണ് ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി ഉണ്ടാക്കിയത്. പിന്നീട് അത് 2016 സുപ്രീം കോടതി അസാധുവാക്കി. അതാണ് BJPയുടെ ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി. രണ്ടാമത്തെ GST ബില്ലുമായി ബന്ധപ്പെട്ടാണ്, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് 2017. അതേപോലെ തന്നെ NCBC, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി മാത്രമായിരുന്നു. അതിനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാക്കി മാറ്റിക്കൊണ്ടാണ് 2017 ഭരണഘടനാ ഭേദഗതി. പിന്നീട് ഉണ്ടായത് EWS ആണ്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് വേണ്ടിയിട്ട്, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിന് കൂടി 10% സംവരണത്തിന്റെ ആനുകൂല്യം കൊണ്ടുവരാൻ വേണ്ടി 2019 ഭരണഘടനാ ഭേദഗതി. അതേപോലെ തന്നെ SC/ST വിഭാഗങ്ങൾക്ക് ഉണ്ടായിരുന്ന സംവരണം 10 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി 2019, അതായത് ഭരണഘടന ഒറിജിനലി നിലവിൽ വന്ന സമയത്ത് 10 വർഷത്തേക്കാണ് നമ്മളത് വെച്ചിരുന്നത്. പിന്നീട് ഓരോ 10 വർഷം കൂടുമ്പോഴും സർക്കാരുകൾ ഇത് നീട്ടി കൊണ്ടുപോകാറാണ്. BJPയുടെ കാലഘട്ടത്തിലും അങ്ങനെ എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട്. 2019 നമ്മൾ SC/ST റിസർവേഷൻ 2029 വരെ നീട്ടാൻ വേണ്ടി ഭരണഘടന വീണ്ടും ഭേദഗതി ചെയ്തു. പിന്നെ സ്റ്റേറ്റുകൾക്കും അതേപോലെ തന്നെ യൂണിയൻ ടെറിട്ടറികൾക്കും OBC ലിസ്റ്റ് സ്വന്തമായിട്ട് തിരുത്തൽ വരുത്താൻ ഇടക്കാലത്ത് കോൺഗ്രസ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ മാറ്റം വരുത്തിയിരുന്നു. OBC ലിസ്റ്റ് നിശ്ചയിക്കുന്നതിൽ സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ല, സെൻട്രലി ആണ് അത് ഡിസൈഡ് ചെയ്യാന്ന് വന്നിരുന്നു. അത് മാറ്റം വരുത്തിക്കൊണ്ട് OBC ലിസ്റ്റുകളിൽ പരിവർത്തനം ചെയ്യാനും കൂടുതൽ സമൂഹങ്ങളെ ആഡ് ചെയ്യാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് തന്നെ കൊടുത്തുകൊണ്ട് ഈ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റുകൾക്കും യൂണിയൻ ടെറിട്ടറികൾക്കും അധികാരം കൊടുത്തുകൊണ്ട് 2021 ഭരണഘടനാ ഭേദഗതി. അതേപോലെ തന്നെ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനത്തെ ഭരണഘടനാ ഭേദഗതി 2023 ലോക്സഭയിലാവട്ടെ രാജ്യസഭയിലാവട്ടെ ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലാവട്ടെ 33% വനിതാ സംവരണം കൊണ്ടുവരുന്നതിന് വേണ്ടി വിമൻ റിസർവേഷൻ. ഇങ്ങനെ 7 ഭരണഘടനാ ഭേദഗതികളാണ് BJPയുടെ സർക്കാരിന്റെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ വയലേറ്റ് ചെയ്യുവോ, രാജ്യത്തെ പൊതുജനങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായതോ, ഭരണഘടനയുടെ മൗലിക സ്വഭാവത്തെ അട്ടിമറിക്കുന്നതോ ആണോ? എന്നാൽ കോൺഗ്രസിന്റെ കാലത്ത് ഉണ്ടായിട്ടുള്ള ഭരണഘടനാ ഭേദഗതി ഞാൻ പറയാം. ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി ജവഹർലാൽ നെഹ്റുവിന്റെ മന്ത്രിസഭയുടെ കാലത്ത് 1950 എന്താണ് ആർട്ടിക്കിൾ 19 അമെൻഡ് ചെയ്തു. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത് അൺറിസ്ട്രിക്റ്റഡ് റൈറ്റ്
ആയിരുന്നു. അത് നിയന്ത്രണങ്ങളില്ലാത്ത ഉപാധികളില്ലാത്ത റൈറ്റ് ആയിരുന്നു. എന്നാൽ സെഡിഷനെ പഞ്ചാബ് ഹൈക്കോടതി അസാധുവാക്കി കളഞ്ഞപ്പോ സെഡിഷനെ പണിഷ് ചെയ്യാൻ വേണ്ടി വകുപ്പില്ല, അതൊരു കൊളോണിയൽ കാല നിയമമാണെന്ന് പറഞ്ഞുകൊണ്ട് സെഡീഷനെ ഡീക്രിമിനലൈസ് ചെയ്തപ്പോ സെഡീഷനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾ 19 റീസണബിൾ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്ന കണ്ടീഷൻസ് കൊണ്ടുവന്നത്. അങ്ങനെയാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനെ റെസ്ട്രിക്ട് ചെയ്യുന്ന ആദ്യത്തെ ഭരണഘടനാ പ്രൊവിഷൻ ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായത്. അത് ചെയ്തത് ജവഹർലാൽ നെഹ്റുവാണ്. പ്രസിന്റെ റൈറ്റ്സ് കർട്ടൈൽ ചെയ്യാൻ, പുസ്തകങ്ങൾ സെൻസർ ചെയ്യാൻ, സർക്കാരിന് ഏതെങ്കിലും പുസ്തകത്തിന്റെ കണ്ടന്റ് സർക്കാർ വിരുദ്ധമോ രാജ്യവിരുദ്ധമോ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ പുസ്തകത്തെ സെൻസർ ചെയ്യാൻ, അതേപോലെ തന്നെ ദൂരദർശൻ, ആകാശവാണി തുടങ്ങിയ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ സെൻസർ ചെയ്യാൻ ഒക്കെ സർക്കാരുകൾക്ക് റൈറ്റ് കൊടുത്തുകൊണ്ട് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ള മഹാനായിട്ടുള്ള ജനാധിപത്യവാദിയായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ പേര് ജവഹർലാൽ നെഹ്റു എന്നാണ്. ഇന്ത്യയിലെ ഭരണഘടന സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരേ ഒരു ഘട്ടം 1975 മാർച്ച് 25 മുതൽ 1977 ജൂൺ 21 വരെയുള്ള സമയമാണ്. ഈ സമയത്താണ് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങേക്ക് അറിയുന്നത് പോലെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 20, 21 ഒഴികെയുള്ള മുഴുവൻ പ്രൊവിഷൻസ് സസ്പെൻഡ് ആവും. ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 32 വരെ പറയുന്ന മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ മുഴുവൻ പ്രൊവിഷൻസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ക്യാൻ ബി സസ്പെൻഡഡ് എന്നാണ്. ആർട്ടിക്കിൾ 32 പോലും നിലനിൽക്കില്ല. ആർട്ടിക്കിൾ 32 എന്താ? റൈറ്റ് ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. നിങ്ങളുടെ മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അവകാശമാണ്. ആ അവകാശം വരെ സസ്പെൻഡ് ചെയ്യാം. ആർട്ടിക്കിൾ 20 എന്താണ്? റൈറ്റ്സ് ഓഫ് കൺവിക്റ്റഡ് ക്രിമിനൽസ് ഇൻ സ്പെഷ്യൽ കേസസ്, റൈറ്റ് അഗൈൻസ്റ്റ് ഡബിൾ ജിയോപാർഡി, അതേപോലെ തന്നെ എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ, ഇതാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. ആർട്ടിക്കിൾ 21 പറഞ്ഞ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ഈ രണ്ട് അവകാശങ്ങൾ, അതിൽ തന്നെ ലൈഫ് മാത്രമേ നിലനിൽക്കുള്ളൂ. 20, 21 ഒഴികെയുള്ള മുഴുവൻ പ്രൊവിഷൻസ് കോടതിയെ സമീപിക്കാനുള്ള പൗരന്റെ അവകാശം വരെ നിങ്ങൾ സസ്പെൻഡ് ചെയ്തു. മിസ, DISIR, കോഫെപോസ തുടങ്ങിയിട്ടുള്ള നിയമങ്ങൾ വെച്ചുകൊണ്ട് 1,25,000 ആളുകളെ നിങ്ങൾ അറസ്റ്റ് ചെയ്തു. സഭയിലുണ്ടായിരുന്ന പ്രതിപക്ഷത്തിന്റെ മുഴുവൻ നേതാക്കന്മാരെയും നിങ്ങൾ ജയിലിലടച്ചു. നിങ്ങൾ നിർബന്ധിത വന്ധ്യംകരണം എന്നുള്ള പേരിൽ 83 ലക്ഷം ആൾക്കാരെ 17 വയസ്സുള്ള കുട്ടി മുതൽ 70 വയസ്സുള്ള വൃദ്ധനെ വരെ നിർബന്ധപൂർവ്വം പിടിച്ചുകൊണ്ടേട്ട് വന്ധ്യംകരണം നടത്തി. ഡൽഹിയിലും ബോംബെയിലുമായിട്ട് ചേരി നിർമ്മാർജ്ജനത്തിന്റെ പേരിൽ 1.5 ലക്ഷം പാവപ്പെട്ടവന്മാരുടെ കുടിലുകൾ നിങ്ങൾ ഇടിച്ചു നിരത്തി. അതിനിടയിൽ കിടന്ന ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു. അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള സമരങ്ങളിൽ മാത്രം കാഷ്വാലിറ്റി എന്ന് പറയുന്നത് 100ന് വേറെ മനുഷ്യന്മാരാണ് നമ്മുടെ കേരളത്തിലുള്ള രാജ്യമടക്കം. ഇങ്ങനെ ഭരണഘടന തടവിലിടപ്പെട്ടിട്ടുള്ള ഒരേ അനുഭവം ഇന്ത്യയിലുള്ള കോൺഗ്രസിന്റെ ഭരണകാലത്താണ്. ഇതാണ് സോയ. ഇതെല്ലാമാണ് പാർലമെന്റിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അനാവരണം ചെയ്യപ്പെട്ടത്. അഡ്വക്കേറ്റ് സോയയിൽ ഡോക്ടർ സോയയിലേക്കാണ് പോകുന്നത്. സോയ, ഇന്നലെ അമിത്ഷാ പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ അംബേദ്കറെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നിങ്ങൾ വലിയ കോലാഹലത്തിന് തുടക്കമിടുന്നത്. എന്താണ് അമിത്ഷാ അദ്ദേഹത്തെ അപമാനിച്ചത്? എന്ത് വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത്? കഴിഞ്ഞ ഈ പാർലമെന്റിന്റെ കഴിഞ്ഞ ഒരാഴ്ചത്തെ പ്രധാനമന്ത്രിയും ഈ പറയുന്ന രീതിയിൽ നടത്തിയ പ്രസംഗങ്ങളുടെ ഒരു രീതി നിങ്ങളെടുത്ത് പരിശോധിക്കണം. ഇപ്പം അമിത്ഷാ ഉൾപ്പെടെ നരേന്ദ്രമോദി ഉൾപ്പെടെ നടത്തുന്ന പ്രസംഗങ്ങളുടെ ഒരു രീതി വലിയ വ്യത്യസ്തമാണ്. കാരണം ഇവര് പറയുന്നത് ഈ രാജ്യത്തിന് നിലനിൽക്കുന്ന ഒരു ചരിത്രത്തെ ഇല്ലാതാക്കുക. ഇപ്പൊ മോദി രാഹുൽ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല. കോൺഗ്രസ് ചെയ്തിട്ടുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ പദ്ധതികളൊക്കെ പാഴായി പോയിരിക്കുന്നു. ഈ രാജ്യത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അത്തരത്തിലൊരു കാര്യം സംസാരിക്കാൻ എങ്ങനെയാണ് നിങ്ങളുടെ ധാർമ്മികത നിങ്ങളെ സഹായിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ പറയുന്ന ആളുകൾ അല്ല സോയ, വിഷയം അതല്ലല്ലോ. വിഷയം അതല്ല, അതിലേക്കും വരാം. അംബേദ്കറെ എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അപമാനിച്ചത് എന്നൊന്ന് പറയൂ. എങ്ങനെയാണ് അപമാനിച്ചത്? പ്രസ്താവന നടത്തേണ്ട കാര്യം എന്താണ്? അംബേദ്കർ എന്ന് നിരന്തരം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അതിന്റെ ആളുകളല്ല. ഇത് ഇത്തരത്തിൽ ഏകപക്ഷീയമായ അല്ലെങ്കിൽ അല്ല, അദ്ദേഹം പറഞ്ഞത് അംബേദ്കർ എന്ന് നിരന്തരം പറയുന്നു. ഇത് നിങ്ങളൊരു ഫാഷനായി കൊണ്ട് നടക്കുന്നു എന്നാണ് പറഞ്ഞത്. അതായത് പുതിയ കാര്യങ്ങൾ വരുന്നതാണല്ലോ ഫാഷൻ എന്ന് പറയുന്നത്. അംബേദ്കർ എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് പുതിയ കാര്യമാണ്, പുതിയ ഫാഷനാണ്. അതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അല്ല, അതെങ്ങനെയാണ്? ആ പ്രസ്താവന തന്നെ പച്ചക്കള്ളമല്ലേ? കോൺഗ്രസിനെ സംബന്ധിച്ച് എങ്ങനെയാണ് അംബേദ്കർ പുതുതാവുന്നത്? BJPയെ സംബന്ധിച്ച് അംബേദ്കർ പുതുതാണെന്ന് പറഞ്ഞാൽ ആ പ്രസ്താവന ശരിയായിരിക്കാം. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് അംബേദ്കർ പിന്നെ ഈ പറയുന്നത് പോലെ വളരെ സങ്കുചിതമായിട്ടുള്ള നരേറ്റീവ് ഉണ്ടാക്കും. ഈ ഫാബ്രിക്കേറ്റ് ചെയ്ത ആ വീഡിയോ, അതായത് ഒരു 40 സെക്കൻഡ് മാത്രം അടർത്തിയെടുത്തുകൊണ്ട് നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പങ്കുവെച്ചു. ഇപ്പോൾ എക്സ് ഇത്
ഇത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. അതൊക്കെ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണല്ലോ ഈ രാജ്യം ഭരിക്കുന്ന. അല്ല, എന്താണ് ശ്രീ ശങ്കുട്ടിദാസ്, ഞാൻ അങ്ങയിലേക്ക് വരാം. ഒരു സെക്കൻഡ്. ശ്രീ കെ വി രാജശേഖരൻ, അങ്ങനെ അമിത്ഷാ പറയുന്നതിൽ എന്താണ് ഈ പറയുന്ന അവഹേളനം? അംബേദ്കർക്കെതിരെ എന്ത് അവഹേളനമാണ് ആഭ്യന്തരമന്ത്രി നടത്തിയത്? അമിത്ഷാ ഒരു തരത്തിലും അംബേദ്കറെ അധിക്ഷേപിച്ചിട്ടില്ല. അംബേദ്കറെ അധിക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്ത കോൺഗ്രസിൻ്റെ ചരിത്രത്തെ തുറന്നു കാട്ടുകയാണ് ചെയ്തത്. അതിന് ഞാൻ പറഞ്ഞല്ലോ, 40 സെക്കൻഡുള്ളൊരു വാചകത്തിൻ്റെ 12 സെക്കൻഡ് മാത്രം മുറിച്ചെടുത്തിട്ട് അവിടെ ഒരഭ്യാസം കാണിച്ചതാണ്. ഇത് ഇലക്ഷൻ സമയത്തും കോൺഗ്രസ് ചെയ്തതാണ്. കള്ളം പ്രചരിപ്പിക്കുക, ജോർജ് സോറോസിൻ്റെ പണം വാങ്ങി കള്ളം പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയ ശൈലി. ഇനി ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ, അംബേദ്കറെ അവഹേളിച്ചത് ആരാണെന്നുള്ളത് അറിയണമെങ്കിൽ അത് അംബേദ്കർ തന്നെ എഴുതിയൊരു പുസ്തകമുണ്ട്. അതിൻ്റെ ടൈറ്റിൽ മാത്രം ഞാൻ പറയാം. വാട്ട് കോൺഗ്രസ് ആൻഡ് ഗാന്ധി ഹാവ് ഡൺ ടു ദി അൺടച്ചബിൾസ്. എന്താണ് ഗാന്ധിയും കോൺഗ്രസും അൺടച്ചബിൾസിനോട് ചെയ്തതെന്ന് അംബേദ്കർ പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അംബേദ്കർ പുസ്തകം എഴുതിയ സാഹചര്യത്തിൽ ഡോക്ടർ സോയ അംബേദ്കറെ എന്നും കോൺഗ്രസിന് താല്പര്യമാണെന്ന് പറഞ്ഞാൽ അത് വെള്ളം തൊടാതെ വിഴുങ്ങണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടാണ്. വേറെയും കാര്യങ്ങളുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഒരു ചോദ്യം ചോദിച്ചു, അതിന് ഉത്തരം പറയാതെ പോയാൽ ശരിയാവില്ല. BJPയിലും RSSലും ആരാ ഉള്ളതെന്നൊരു ചോദ്യം ഡോക്ടർ സോയ ചോദിച്ചല്ലോ സ്വാതന്ത്ര്യ സമരത്തിൽ. ഡോക്ടർ സോയ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവില്ല. ഡോക്ടർ കേശവ് ബലിറാം ഹെഗ്ഡേവർ 7 വയസ്സുള്ള കാലം തൊട്ട് രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം അനുശീലന സമിതി, എനിക്ക് ദീർഘിപ്പിച്ച് പറയാൻ സമയമില്ല, 920 പൂർണ്ണ സ്വരാജ് വേണം ഭാരതത്തിന് ആദ്യം കോൺഗ്രസിൻ്റെ നാഗ്പൂർ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് അന്നത്തെ ഓൾ ഇന്ത്യ സംഘത്തിൻ്റെ തലവൻ കൂടിയായിരുന്ന ഡോക്ടർ ഹെഗ്ഡേവർ ആയിരുന്നു. അദ്ദേഹം അന്നത്തെ നിയമനിർമ്മാണ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ 1.5 വർഷം ജയിലിൽ കിടന്ന ശേഷം പുറത്തു വന്നപ്പം രാഹുൽ ഗാന്ധിയുടെ മുതുമുത്തച്ഛൻ മോത്തിലാൽ നെഹ്റുവാണ് ആ ജയിലിന് മുമ്പിലുള്ള സ്വീകരണത്തിൻ്റെ മുഖ്യ പ്രഭാഷകനായിട്ട് പോയത്. കുടുംബത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കാൻ പറയണം. കഴിഞ്ഞില്ല. ഒരു കാര്യം കൂടി, എനിക്ക് 2 കാര്യം പറയാണ്. ദയവായി സമയം തരണം, എനിക്ക് ഏറ്റവും സമയം കുറച്ച് കിട്ടുന്നു. അല്ല, സമയപരിമിതിയുണ്ട് സർ, സമയപരിമിതിയുണ്ട്. വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫോക്കസ് പോയിന്റിലേക്ക് പോകേണ്ടതുണ്ട്. സർ, ഞാൻ അങ്ങയിലേക്ക് വരാം. ഭരണഘടനയുടെ കാര്യം പറഞ്ഞു. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇന്ത്യൻ ഭരണഘടനയെ അവഹേളിക്കുന്ന, ബൈപ്പാസ് ചെയ്യുന്ന ഏറ്റവും തെറ്റായ നടപടി ഉണ്ടായത് 1984 ഒക്ടോബർ 31 ഒരു പ്രധാനമന്ത്രി മരിച്ചാൽ എങ്ങനെയാണ് അടുത്ത പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ളതിന് ഭരണഘടനയിൽ വ്യവസ്ഥയില്ല. പക്ഷേ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നെഹ്റു മരിച്ചപ്പോഴും ലാൽ ബഹദൂർ ശാസ്ത്രി മരിച്ചപ്പോഴും ആരോഗ്യപരമായ ഒരു കീഴ്വഴക്കം ചെയ്തു. സീനിയർ മോസ്റ്റായ ആഭ്യന്തരമന്ത്രിയെ താൽക്കാലിക പ്രധാനമന്ത്രിയാക്കിയിട്ട് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി കൂടി നേതാവിന് ഇലക്ഷൻ അവസരം കൊടുത്തു. പക്ഷെ ഇന്ദിരാഗാന്ധി മരിച്ച ദിവസം അന്നവർ ചെയ്തത് രാവിലെ മുതൽ വൈകുന്നേരം വരെ മരണം സ്ഥിരീകരിക്കാൻ വൈകിപ്പിച്ച ശേഷം വൈകുന്നേരം ജ്ഞാനി സൈൽ സിംഗ് വിദേശത്ത് നിന്നെത്തിയ ശേഷം അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കി രാജീവ് ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുന്നതിനുള്ള സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തിയ ശേഷമാണ് ഒന്നിച്ചൊരു വാർത്തയായിട്ട് ദൂരദർശനും ഓൾ ഇന്ത്യ റേഡിയോയും ഇന്ദിര കൊല്ലപ്പെട്ടെന്നും രാജീവ് അടുത്ത പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞു. അന്ന് നടന്ന അട്ടിമറിയെ കുറിച്ച് കോൺഗ്രസ്സുകാർക്ക് എന്താണ് പറയാനുള്ളത്? യെസ്, സോയ, ഇതൊക്കെയാണ് വലിയ ചരിത്രം എന്ന് പറയുന്നത്. ഈ നെഹ്റു അംബേദ്കറെ അപമാനിച്ചതിന് കണക്കില്ല. ഏറ്റവും വലിയ വിവരങ്ങൾ ഉൾക്കൊള്ളുന്നത് എഡ്വിന മൗണ്ട് ബാറ്റന് നെഹ്റു എഴുതിയ കത്തുകളാണ്. ആ കത്തുകൾ പെട്ടിക്കണക്കിന് ഇപ്പോൾ സോണിയാഗാന്ധിയുടെ കസ്റ്റഡിയിലാണ്. അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ
കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായി എഡ്വിന മൗണ്ട് ബാറ്റൻ പറയുന്നുണ്ട്, ഈ വലിയ തലത്തിലേക്കുള്ള അംബേദ്കറിന്റെ വരവ് ഞങ്ങൾ തടഞ്ഞു എന്ന്. 1952 ഓർക്കണം. അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് ജയിപ്പിക്കാൻ വേണ്ടി ഒരു വിഭാഗം പണിപ്പെടുമ്പോൾ അതിന് തുരങ്കം വെക്കുന്ന നടപടിയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹത്തെ 2 തവണ തോൽപ്പിച്ചു. ആ ആദ്യത്തെ തവണ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ എഡ്വിന മൗണ്ട് ബാറ്റന് എഴുതിയ കത്താണ്, നെഹ്റു എഴുതിയ കത്തിലാണ് പറയുന്നത് അയാളെ ഞങ്ങൾ തോൽപ്പിച്ചു എന്ന്. എല്ലാ കാലത്തും ബിജെപിയുടെ ചർച്ച ഇതായിരുന്നു. ഗാന്ധിയും നെഹ്റുവും തമ്മിൽ വലിയ ശത്രുക്കളായിരുന്നു, നെഹ്റുവും പട്ടേലും തമ്മിൽ വലിയ ശത്രുക്കളായിരുന്നു. ഇപ്പൊ പുതിയ കഥയിലേക്ക് നെഹ്റുവും അംബേദ്കറും തമ്മിൽ വലിയ ശത്രുക്കളായിരുന്നു. അല്ല, ഞാൻ പറയുന്നത് ഇത്തരം കഥകൾ നിർമ്മിച്ചത് കൊണ്ട് ഞാൻ പറയട്ടെ അദ്ദേഹത്തിന്റെ സമയത്ത് അദ്ദേഹം സംസാരിച്ചല്ലോ. ഞാൻ പറയുന്നത് എന്താണ് ഈ രാജ്യത്തിന്, എന്തിനാണ് വിദേശത്തിരിക്കുന്ന ഒരു വനിതയ്ക്ക് ഇത്തരത്തിൽ നെഹ്റു കത്തെഴുതിയത്? ഗാന്ധിയെ സമ്മർദ്ദത്തിലാക്കിയാണ്. ഞാൻ പറയട്ടെ, വ്യക്തിപരമായിട്ടുള്ള എതിർപ്പുകൾ, ഗാന്ധിയും നെഹ്റുവും തമ്മിൽ വലിയ രീതിയിലുള്ള ആശയപരമായിട്ടുള്ള എതിർപ്പുകളും രാഷ്ട്രീയപരമായിട്ടുള്ള രണ്ട് വ്യത്യസ്തരായ എന്തിനാണ് നമ്മൾ പറയല്ലോ ഈ മുട്ടനാട് ചോര കുടിക്കുന്ന സ്വഭാവം പോലെ എന്തിനാണ് ഇതിന്റെ ഇടയിൽ കിടന്ന്? കാരണം ഇത് ചരിത്രത്തിൽ മൺമറിഞ്ഞു പോയ ഈ രാജ്യത്തിന് വേണ്ടി വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള മനുഷ്യർ തമ്മിലുള്ള നിലപാടിന്റെ ആശയങ്ങൾ തമ്മിലുള്ള വലിയ സംവാദങ്ങളെ എപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥതപ്പെടുന്നത്? സവർക്കറെ ആദരിക്കാൻ ആദ്യം പഠിക്കും. അല്ല, സവർക്കറെ ഞാൻ പറഞ്ഞില്ല, സവർക്കറെ ആദരിക്കേണ്ടവർ ആദരിച്ചോളൂ. ഞാൻ പറഞ്ഞു അതില് എനിക്ക് സവർക്കറെ ആദരിക്കേണ്ടവർക്ക് ആദരിക്കാം. അക്കാര്യത്തിൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. ഞങ്ങൾ ആരെ ഒരു സെക്കൻഡ് അവരൊന്ന് സംസാരിക്കട്ടെ. ഒരു സെക്കൻഡ് സോയ, ഞാൻ നേരത്തെ ചോദിച്ചത് എവിടെയാണ് അമിത്ഷാ അംബേദ്കറെ അപമാനിച്ചത്? അതിന് താങ്കൾ മറുപടി പറഞ്ഞില്ല. ഞാൻ പറയുന്നത് അത്തരത്തിൽ ഇത് അംബേദ്കറെയും കോൺഗ്രസിനെയും അപമാനിക്കുകയാണ്. ഇതൊരു ഫാഷനാണ്. അല്ലെങ്കിൽ അംബേദ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മൂല്യം എന്താണ്, അദ്ദേഹം ഈ രാജ്യത്തിന് ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്താണ് എന്ന് തിരിച്ചറിയുന്നത്. കാരണം ഇത് സംസാരിക്കുന്നത് ഏതെങ്കിലും കവലയിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും ബിജെപിയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു പ്രചാരകരല്ല സംസാരിക്കുന്നത്. രാജ്യത്തിന്റെ പാർലമെന്റിൽ നിന്നുകൊണ്ട് രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരാളാണ് സംസാരിക്കുന്നത്. ഈ ഘട്ടത്തിൽ അദ്ദേഹം എന്താണ് പാർലമെന്റിൽ പറഞ്ഞത് എന്നത് കൂടി നമ്മൾ ചർച്ച ചെയ്തു പോകണം. കാരണം നിങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് പ്രചരിപ്പിച്ച 20 സെക്കൻഡോ 40 സെക്കൻഡോ വീഡിയോ മാത്രമല്ല, ഇതിന്റെ കൃത്യമായ യാഥാർത്ഥ്യം PIB ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. ആ വാക്കുകൾ ഒന്ന് നമുക്ക് കേട്ടുപോകാം. ആ വാക്കുകൾ നമുക്കൊന്ന് കേട്ടുപോകണം. അതിൽ വളരെ കൃത്യമായി കോൺഗ്രസ് അംബേദ്കറോട് കാണിച്ച കൊടും വഞ്ചനയുടെ കാര്യങ്ങളാണ് ഇന്നലെ അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത്. അത് മൂടിവെക്കാൻ വേണ്ടിയിട്ടാണ് അപമാനിച്ചു എന്ന നറേറ്റീവ് നിങ്ങൾ കൊണ്ടുവന്നത്. अभी एक फैशन हो गया है, अम्बेडकर 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 अम्बेडकर। इतना नाम अगर भगवान का लेते तो 7 जन्मों तक स्वर्ग मिल जाता। मान्यवर, अभी एक फैशन हो गया है, अम्बेडकर 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 अम्बेडकर। इतना नाम अगर भगवान का लेते तो 7 जन्मों तक स्वर्ग मिल जाता। अच्छी बात है ना? सुनिए ना, आप सुनिए ना, मैं बताता हूं। हमें तो आनंद है कि अंबेडकर का नाम लेते हैं। अंबेडकर का नाम अभी 100 बार ज्यादा लो, परंतु साथ में अंबेडकर जी के प्रति आपका भाव क्या है ये मैं बताता हूं। मान्यवर, अंबेडकर जी को देश की पहली कैबिनेट से इस्तीफा क्यों दे दिया? अंबेडकर जी ने कई बार कहा कि अनुसूचित जातियों और जनजातियों से हुए व्यवहार से मैं असंतुष्ट हूं। सरकार की विदेश नीति से मैं असहमत हूं और आर्टिकल 370 से मैं असहमत हूं। इसलिए वो छोड़ना चाहते थे, उनको आश्वासन दिया गया, आश्वासन पूरा नहीं हुआ। उन्होंने इग्नोरेंस के चलते
इस्तीफा दे दिया। സ്വയ ഇതാണ് പാർലമെന്റിൽ ഇന്നലെ ഉണ്ടായത്. വളരെ കൃത്യമായി കോൺഗ്രസ് വേട്ടയാടി അംബേദ്കറെ കുറിച്ചാണ് ആഭ്യന്തരമന്ത്രി സംസാരിച്ചത്. അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസിലേക്ക് പോവുകയാണ്. ശങ്കുട്ടിദാസ്, 5 കാര്യങ്ങളാണ് BJP കോൺഗ്രസിന് മുൻപാകെ ഉന്നയിച്ചിട്ടുള്ളത്. ഒന്ന്, എന്തിനാണ് നെഹ്റു അംബേദ്കർക്കെതിരെ ക്യാമ്പയിൻ നടത്തി അദ്ദേഹത്തെ തോൽപ്പിച്ചത്? ഒന്നാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തേത്, ഭാരതരത്ന 40 വർഷത്തോളം എന്തിന് താമസിപ്പിച്ചു എന്ന ഒരു ചോദ്യം. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ അംബേദ്കറുടെ ഒരു ചിത്രം വയ്ക്കാൻ എന്തായിരുന്നു സാങ്കേതിക തടസ്സം? 4, OBC വിഭാഗത്തെ ശക്തിപ്പെടുത്താൻ ഒരു നടപടിയും ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ട്? അതുപോലെ അംബേദ്കറുടെ പഞ്ചതീർത്ഥനെ എന്തുകൊണ്ട് ബഹുമാനിച്ചില്ല, ഓണർ ചെയ്തില്ല? ഇങ്ങനെ 5 ചോദ്യങ്ങളാണ് അമിത്ഷാ ഇന്നലെ പാർലമെന്റിൽ ഉന്നയിച്ചത്. ഇതാണ് കോൺഗ്രസിനെ ചൊടിപ്പിച്ചത്. അപ്പോൾ യാഥാർത്ഥ്യം പുറത്തു വന്നു. ചരിത്ര സത്യങ്ങൾ, മറഞ്ഞിരിക്കുന്ന ചരിത്ര സത്യങ്ങൾ അനാവരണം ചെയ്യപ്പെട്ടതിലെ അസഹിഷ്ണുതയിലെ നമ്മൾ ഇന്ന് പാർലമെന്റിൽ കണ്ടത്. തീർച്ചയായിട്ടും അതെ. അതാണ് ഞാൻ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞത്. എന്റെ ആദ്യത്തെ തൊഴിലത്തിൽ 1.5 മണിക്കൂർ നീണ്ടിട്ടുള്ള അമിത്ഷായുടെ പ്രസംഗം. ആ അമിത്ഷായുടെ പ്രസംഗത്തിൽ ഏതാണ്ട് 20 മിനിറ്റോളം ഭാഗം അദ്ദേഹം അംബേദ്കറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. കാരണം ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ രാജ്യസഭയിൽ ചർച്ച നടന്നത്. അതിൽ തന്നെ അദ്ദേഹം കോൺഗ്രസ് എങ്ങനെയാണ് അംബേദ്കറിന്റെ ലെഗസിയെ മാനിക്കാതിരുന്നത്, അംബേദ്കറോട് നന്ദികേട് കാണിച്ചത്, അംബേദ്കറോട് അനീതി കാണിച്ചത് എന്ന് വിശദീകരിച്ചിട്ടുള്ള ഒരു ഭാഗം. അതിൽ വളരെ സ്കാച്ചിങ് അറ്റാക്ക് ഓൺ നെഹ്റു നടത്തുന്നുണ്ട് അദ്ദേഹം നെഹ്റുവിനുമായി നേരിട്ട് ബന്ധപ്പെട്ട് അംബേദ്കറും നെഹ്റുവും തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസ് എങ്ങനെ ബോധപൂർവ്വം അംബേദ്കറുടെ പ്രശസ്തിയെ ഇടിക്കാനും താഴ്ത്താനും അദ്ദേഹത്തെ അപമാനിക്കാനും ശ്രമിച്ചു എന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊന്നും കോൺഗ്രസിന് ഉത്തരവില്ല. ഈ കാര്യങ്ങൾക്കൊന്നും സഭയിൽ മറുപടി പറയാൻ ഇവർക്ക് സാധിച്ചില്ല. എന്നിട്ട് ഇവർ എന്താണ് ചെയ്തത്? ഇവരുടെ ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റ് ആലോചിക്കണം. ആ പ്രസംഗത്തിന്റെ ആദ്യത്തെ 20 സെക്കൻഡ് അംബേദ്കർ 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 എന്ന് നിങ്ങളിപ്പോ പറയുന്നുണ്ടല്ലോ, ഇത്രയും വട്ടം നിങ്ങൾ ദൈവത്തിന്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ സ്വർഗം കിട്ടിയേനെ എന്ന് പറഞ്ഞ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് അമിത്ഷാ അംബേദ്കറെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട്, അത് അംബേദ്കറെ കോൺഗ്രസ് അപമാനിച്ചു എന്ന് പറഞ്ഞ് നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ ആദ്യത്തെ 20 സെക്കൻഡ് കട്ട് ചെയ്തിട്ട് അമിത്ഷാ അംബേദ്കറെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവര് പ്രചരണം നടത്തുന്നു. അവർ അതിന്റെ പേരിൽ പ്രക്ഷോഭം നടത്തുന്നു. അവർ അതിന്റെ പേരിൽ ഇന്ന് സഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നു. അവർ അതിന്റെ പേരിൽ അംഗങ്ങളെ കയ്യേറ്റം ചെയ്യുന്നു. അവർ പ്രായമായിട്ടുള്ള അംഗങ്ങളെ തള്ളിയിടുന്നു, പരിക്കേൽപ്പിക്കുന്നു. അരാജകത്വം അവിടെ അഴിച്ചുവിടുന്ന ഒരു പ്രവണതയാണ്. ഈ യഥാർത്ഥത്തിൽ എന്താണ് കോൺഗ്രസിന്റെ മൗലികമായിട്ടുള്ള സ്വഭാവം എന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. തന്നെയുമല്ല, അംബേദ്കറുമായി ബന്ധപ്പെട്ടിട്ട് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് ചില സമയത്ത് ഉർവശി ശാമ ഉപകാരമാവും എന്ന് പറഞ്ഞതുപോലെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചർച്ച എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഭരണഘടനയോടുള്ള പ്രതിബദ്ധതയെ തുറന്നു കാണിച്ചതെന്ന് അറിയാം. മാത്രമല്ല, INDA എന്ന് പറയുന്ന മുന്നണിയെ തന്നെ ദുർബലമാക്കുന്ന മട്ടിലാണല്ലോ അവസാനം ആ ചർച്ച പരിണമിച്ചത്. കാരണം INDA എന്ന് പറയുന്ന മുന്നണിയിൽ ഇരിക്കുന്ന മുഴുവൻ പാർട്ടികളും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അടിയന്തരാവസ്ഥയുടെ കെടുതികൾ നേരിട്ടിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ കേരളത്തിലെ INDA മുന്നണിയുടെ കക്ഷിയായിട്ടുള്ള CPIM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നവരാണ്. ഇന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ അടിയന്തരാവസ്ഥ കാലത്ത് 1.5 വർഷം ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസ് മർദ്ദിച്ചിട്ട് അദ്ദേഹത്തിന്റെ ചെവിയിലൂടെ ചോര വന്നിട്ടുള്ള അനുഭവമൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ. അങ്ങനെയുള്ള ഇനി മറ്റേ എന്താ പറയാ RJD, ഞാൻ നേരത്തെ പറഞ്ഞു, ലാലു പ്രസാദ് യാദവ് അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്ന ആളാണ്. അദ്ദേഹത്തിന്റെ മകൾക്ക് അദ്ദേഹം മിസ ഭാരതി എന്ന് പേരിടുന്നത് മിസ തടവുകാരനായിട്ട് ജയിലിൽ കിടന്നതിന്റെ ഓർമ്മ എല്ലാ കാലത്തും നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. ലാലു പ്രസാദ് യാദവ് ആവട്ടെ, നിതീഷ് കുമാർ ആവട്ടെ, എല്ലാ പാർട്ടിക്കാരും, ഇന്ത്യയിലെ കോൺഗ്രസ് അല്ലാത്ത എല്ലാ പാർട്ടിക്കാരും അതാണ് അദ്ദേഹം മുലായം സിംഗ് യാദവ് അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നിട്ടുള്ള. അല്ല, അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടക്കാത്ത ഏത് നേതാവാണുള്ളത്? അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ നേതാക്കന്മാരും ജയിലിലായിരുന്നു. കോൺഗ്രസ് അല്ലാത്ത മുഴുവൻ ആൾക്കാരും ജയിലിലായിരുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസം വന്നിട്ടുള്ള വാർത്ത എന്താണ്? എമർജൻസി ഡിക്ലെയർഡ്, അദ്വാനി വാജ്പേയി അറസ്റ്റഡ് എന്നാണ്. അതിന് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നേതാക്കന്മാരുടെ പട്ടിക വരുന്നുണ്ട്. ഇന്ത്യയിലെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാക്കന്മാരുടെ മുഴുവൻ പേരാണ്. പിന്നീട് മീഡിയ സെൻസർഷിപ്പ് തുടങ്ങി. അതിന്റെ അടുത്ത ദിവസം തൊട്ടിട്ട് പത്രങ്ങൾക്ക് നിർഭയമായിട്ട് എഴുതാൻ കഴിയാത്ത സാഹചര്യം വന്നു. അതിനെതിരെയാണല്ലോ അരുൺ ഷൂരി ഇന്ത്യൻ എക്സ്പ്രസിലെ എഡിറ്റോറിയൽ പേജ് ബ്ലാങ്ക് ആയിട്ടൊക്കെ പ്രതിഷേധിച്ചത്. അപ്പോ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു അനുഭവത്തെ മടക്കി കൊണ്ടുവരികയാണ്. പ്രതിപക്ഷത്തിനിടയിൽ തന്നെ കോൺഗ്രസിന്റെ ഭരണഘടനാ പ്രേമത്തെ പറ്റിയിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ സൃഷ്ടിക്കുകയും INDA മുന്നണിയെ തന്നെ യഥാർത്ഥത്തിൽ ശിഥിലീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ചർച്ചയാണ്. ആ ചർച്ച ഏറ്റെടുത്ത് കോൺഗ്രസിന് തിരിച്ചടിയായിട്ടാ വന്നത്. അതേപോലെ തന്നെ ഇപ്പൊ അംബേദ്കറുടെ ലെഗസിയുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തുന്ന പ്രചരണം, അംബേദ്കറുമായി ബന്ധപ്പെട്ട യഥാർത്ഥ ചരിത്രം സമൂഹം കൂടുതൽ ചർച്ച ചെയ്യാനും ആ ചർച്ചയിലെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരാനും കോൺഗ്രസും നെഹ്റുവും ഒക്കെ എന്താണ് അംബേദ്കറോട് ചെയ്തത് എന്ന കാര്യങ്ങൾ രാഹുൽ പോലും ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അംബേദ്കറോട് ചെയ്ത ഒരു കാര്യം, ഒരു വീഡിയോ
അത് കണ്ടാൽ സോയയ്ക്ക് മനസ്സിലാകും എന്താണ് അംബേദ്കറോട് കോൺഗ്രസിന്റെ നിലപാടെന്ന്. നോക്കൂ, ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ഛത്രപതി ശിവജി മഹാരാജിന് ഹാരമർപ്പിക്കുന്നു. തൊട്ടടുത്ത് അംബേദ്കർ ഇരിപ്പുണ്ട്. അംബേദ്കറിന് കൊടുക്കുന്നത് എന്താണ്? അംബേദ്കറിന് മാലയിടാൻ സൗകര്യമില്ല. അവിടെ ആ മാല വെച്ച് തൊഴുതു പോരുകയാണ്. തൊഴുതിട്ടല്ല, അവിടെ ആ മാല ഒരു എന്തോ ഒരു പ്രവൃത്തി ചെയ്യും പോലെ, ഒരു നികൃഷ്ട പ്രവൃത്തി ചെയ്യും പോലെ ആ മാല അവിടെ വെച്ചിട്ട് പോകുകയാണ്. തൊട്ടപ്പുറത്തിരിക്കുന്ന മഹാരഥന്മാരുടെ ചിത്രങ്ങളിലെല്ലാം ഹാരമണിയിക്കുന്നുണ്ട്. ഇത് തന്നെ വളരെ വ്യക്തമല്ലേ സോയ? എന്താണ് ഈ ഗാന്ധി കുടുംബത്തിന്, രാഹുൽ ഗാന്ധിക്ക് എല്ലാം അംബേദ്കർ എന്ന മഹാവ്യക്തിത്വത്തോട് ഉള്ളത് എന്ന് സോയ? ചിലപ്പോൾ പറയാൻ പറ്റില്ല. രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ അവസാനമായിട്ട് സംസാരിക്കാം. അല്ല, ദയവായിട്ട് ഇടപെടരുത്. ഞാൻ ഇത് കാര്യങ്ങളൊന്ന് പറഞ്ഞ് പൂർത്തീകരിച്ചോട്ടെ. കോൺഗ്രസിനെ സംബന്ധിച്ച് അംബേദ്കർ എന്ന് പറയുന്നത് എല്ലാ കാലത്തും, ഞാൻ നേരത്തെ സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനെ ഒരു തരത്തിലും കുറഞ്ഞു കണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസ് ഒരു കാലത്തും തയ്യാറായിട്ടില്ല. നിങ്ങൾ ഈ പറയുന്നത് പോലെ ചരിത്രം എന്ന് പറയുന്നത് BJP-യെ സംബന്ധിച്ച് കിട്ടാക്കനിയാണ്. ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ച് ഒരു തരത്തിൽ നിലനിൽപ്പില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എങ്ങനെയെങ്കിലും ഇതിൽ കൈകടത്തണം. നിങ്ങൾക്ക് കൈകടത്താൻ സാധിക്കുന്നില്ലെങ്കിൽ അതെങ്ങനെയെങ്കിലും ഒക്കെ ശിഥിലമാക്കി മാറ്റണം എന്നുള്ള NCERT പാഠപുസ്തകത്തെ പറ്റി നേരത്തെ അദ്ദേഹം സംസാരിച്ചല്ലോ. ആ NCERT പാഠപുസ്തകങ്ങളിൽ പോലും തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചരിത്രം മാത്രം എഴുതി പിടിപ്പിക്കുകയാണ് ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അക്കാര്യത്തിലൊന്നും നമുക്കാർക്കും സംശയമില്ല. പിന്നെ നേരത്തെ പറഞ്ഞ രണ്ടാളുകളും സംസാരിച്ച ഒരു കാര്യമുണ്ട്. കോൺഗ്രസ് എന്ന് പറയുന്നത് അക്രമോത്സുകം അല്ലെങ്കിൽ അക്രമത്തെ എല്ലാ കാലത്തും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആളുകളാണ് എന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിന് ആരെയൊക്കെ അപമാനിച്ചതിന്റെ കണക്കൊക്കെ മുൻപ് പറഞ്ഞ മാധ്യമപ്രവർത്തകൻ അദ്ദേഹം സംസാരിക്കുന്നത് കണ്ടു. എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, നിങ്ങൾ ഈ പറയുന്ന മോഡിയുടെയും അമിത്ഷായുടെയും ഒക്കെ കൂടെ ചരിത്രം പഠിക്കണം. എന്താണ് ഈ രാജ്യത്ത് നടന്നിട്ടുള്ള ഭൂരിപക്ഷ കലാപങ്ങളുടെയും വർഗീയതകളുടെയും ഗുജറാത്തിൽ നടന്ന കലാപത്തിന്റെയും അമേരിക്ക എന്തിനാണ് വിസനിഷേധിച്ചതെന്നും ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആരും മറന്നുപോയിട്ടില്ല. അതുകൊണ്ട് അവിടെ കയ്യേറ്റം ചെയ്തു, ഇവിടെ കയ്യേറ്റം ചെയ്തു എന്നൊക്കെ പറയുന്ന നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നതിന് പകരം നിങ്ങൾ ഈ രാജ്യത്തിന്റെ വസ്തുതകൾ പറഞ്ഞ്, അല്ലെങ്കിൽ ഈ രാജ്യത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനെങ്കിലും തയ്യാറാകണം. അപ്പൊ ഇത്തരത്തിൽ കെട്ടുകഥകൾ മെനഞ്ഞുകൊണ്ടും ചരിത്ര വസ്തുതകളെ വളച്ചൊടിച്ചുകൊണ്ടും ഈ പറയുന്ന എല്ലാ കാലത്തും അതായത് അദ്ദേഹത്തിന്റെ ഭാരതരത്ന മാത്രം എടുത്തു നോക്കിയാൽ മതി സോയ അദ്ദേഹത്തോട് നിങ്ങൾ കാണിച്ച നെറുകേട് വ്യക്തമാക്കാൻ. ഒരു സെക്കൻഡ് ഇതിനൊക്കെ മറുപടി പറഞ്ഞു പോകേണ്ടതുണ്ട്. ഈ മഹത് വ്യക്തിയോട്, അംബേദ്കർ എന്ന മഹാനായ വ്യക്തിയോട് നിങ്ങൾ കോൺഗ്രസുകാർ കാണിച്ച സമീപനം ചർച്ച ചെയ്ത് പോകേണ്ടത് തന്നെയാണ്. നോക്കൂ, നെഹ്റു സോയ ഒരു സെക്കൻഡ് 10 സെക്കൻഡ് മാത്രമേ ഞാൻ എടുക്കൂ. 10 സെക്കൻഡ് മാത്രം. സോയ പ്ലീസ് 10 സെക്കൻഡ് മാത്രമേ ഞാൻ എടുക്കൂ. നെഹ്റു 1964 മരിക്കുന്നു. അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിക്കുന്നത് 1955 സ്വയം എടുക്കുകയാണ്. ഇന്ദിരാഗാന്ധി 1994, 1971 ഭാരതരത്ന സ്വയം ഏറ്റെടുക്കുന്നു. രാജീവ് ഗാന്ധി 1991 മരിക്കുന്നു, 91 ഭാരതരത്ന ലഭിക്കുന്നു. പക്ഷേ മഹാനായ അംബേദ്കർ 56 മരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഭാരതരത്ന കിട്ടുന്നത് 1990 അതും കോൺഗ്രസ് ഇതര സർക്കാർ ഭരിക്കുന്ന കാലത്ത്. ഇത് മാത്രം മതിയല്ലോ സോയ അംബേദ്കർ എന്ന മനുഷ്യരോട് നിങ്ങൾ കാണിച്ച നെറുകേടിന്റെ ചരിത്രം ഇനി വരുന്ന തലമുറ പഠിച്ചെടുക്കാൻ. ഒരൊറ്റ കാര്യം കൂടെ പറയട്ടെ, ഈ ഗാന്ധിയും നെഹ്റുവും കോൺഗ്രസ് മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ നിർമ്മിച്ചെടുക്കാൻ അംബേദ്കറിനെ ഏൽപ്പിച്ചതെങ്കിൽ അത് നെഹ്റുവും ഗാന്ധിയും കോൺഗ്രസും ഒക്കെ വെച്ചു പുലർത്തിയ ജനാധിപത്യ ബോധ്യം കൊണ്ടുകൂടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനേക്കാൾ വലിയ സൗന്ദര്യമൊന്നും ഒരു ഭാരതരത്നയ്ക്കുമില്ല. കാരണം അംബേദ്കറിനെ മനസ്സിലാക്കുന്നത്. ശങ്കുട്ടിദാസ് അങ്ങക്ക് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് സമയം ബോംബെയിൽ തോൽപ്പിക്കുന്നതിന് മുൻപ് ആ ഭരണഘടനയെ അല്ലെങ്കിൽ ആ ഭരണഘടന നിർമ്മാണ സഭയിലേക്ക് അംബേദ്കർ എത്തിയതൊരു ചരിത്രം കൂടെ നിങ്ങൾ പഠിക്കണം. ആ ചരിത്രമില്ല. എന്ത് ചരിത്രം? എന്ത് ചരിത്രം? 2 തവണ തോൽപ്പിക്കാൻ ശ്രമിച്ചത് കോൺഗ്രസ് ആണ്, നെഹ്റു അല്ലേ? 3 തവണ അതാ ജനാധിപത്യത്തിന്റെ ഭാഗമല്ലേ? ശ്രീ ശങ്കുട്ടിദാസ് അങ്ങേക്ക് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. അതെന്താ പറയാത്തത്? അല്ല, ഞാൻ പറയുന്നത് അംബേദ്കറെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉൾപ്പെടുത്തിയത് കോൺഗ്രസിന്റെ ഔദാര്യമൊന്നുമല്ല. നിങ്ങൾ പുലർത്തിയിട്ടുള്ള ജനാധിപത്യ ബോധമാണെന്ന് പറഞ്ഞല്ലോ. ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രൊവിൻഷ്യൽ ഇലക്ഷനിൽ മത്സരിച്ചിട്ടാണ്.
കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടല്ല, തോൽപ്പിച്ചു. ബംഗാളിലാണ് ജയിച്ചത്. ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷന്റെ പ്രതിനിധിയായിട്ടാണ്. ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷൻ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ വരുന്നത്, അല്ലാണ്ട് കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടല്ല. അദ്ദേഹം ആദ്യത്തെ മന്ത്രിസഭയിൽ നിയമമന്ത്രിയാവുന്ന ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷന്റെ ഭാഗമായിട്ടാണ്. അദ്ദേഹം രാജ്യത്തിനൊരു ഭരണഘടന ഉണ്ടാകുന്നതിന് മുൻപ് കോൺഗ്രസ് പുലർത്തിയ ജനാധിപത്യ ബോധ്യം കൊണ്ട് തന്നെയാണ് അല്ല, അത്തരത്തിലുള്ള സംവിധാനത്തിലേക്ക് ഈ രാജ്യം മുന്നോട്ട് പോയതെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അത് കോൺഗ്രസിന്റെ നിവർത്തികേടായിരുന്നു. സമയപരിമിതി മൂലം ഈ ചർച്ച വൈകിട്ടുണ്ട്. അംബേദ്കറെ അപമാനിച്ചതാര് എന്ന വിഷയമാണ് നമ്മൾ 1.5 മണിക്കൂർ ചർച്ച ചെയ്തത്. ഭരണഘടനാ ചർച്ചയിൽ കോൺഗ്രസിന് അടിപതറിയോ എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. അസഹിഷ്ണുത അക്രമത്തിലേക്ക് വഴിതിരിച്ചിരിക്കുകയാണ്. അംബേദ്കറെ അപമാനിച്ചത് തിരിഞ്ഞു കൊത്തുകയാണ് കോൺഗ്രസിനെ. അതിൻ്റെ ദൃഷ്ടാന്തമാണ് നമ്മൾ ഇന്ന് പാർലമെന്റിൽ കണ്ടത്. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുകയാണ്. എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി. നമസ്തേ.